അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മള് കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മുടെ പുതിയ സിലബസിലെ ഫ്രൂട്ട് കൾച്ചർ ആൻഡ് പ്രൊപ്പഗേഷന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പാരലി എന്താണ് നമ്മുടെ POPയുടെ ബേസിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നത്. POPയിലൊക്കെ നമ്മൾ പൈനാപ്പിൾ വരെയാണ് ഇപ്പൊ നിലവിൽ നിർത്തി വെച്ചിരിക്കുന്നത്. ഇനി ബാക്കി POPയിൽ പറഞ്ഞിട്ടുള്ള ഒരു 2-3 ക്രോപ്സ് കൂടി ഉണ്ട്. സപ്പോട്ട, ദെൻ സ്ട്രോബെറി, വെസ്റ്റ് ഇന്ത്യൻ ചെറി, അതുപോലെ തന്നെ ആപ്പിൾ, അങ്ങനെ കുറച്ച് ക്രോപ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളൂ, നമ്മുടെ POPയിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്കത് കൂടാതെ നമ്മുടെ സിലബസിൽ ഗ്രേപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗ്രേപ്സ് നമുക്ക് POPയിൽ പറഞ്ഞിട്ടില്ല. പിന്നെ എക്സ്ട്രാ കുറച്ച് മൈനർ ആയിട്ടുള്ള ഫ്രൂട്ട് ക്രോപ്സ്, അതിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും, അതായത് കൾട്ടിവേഷൻ ആസ്പെക്ട്സ് ഇൻ ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി മൈനർ ആൻഡ് സബ് ട്രോപ്പിക്കൽ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ടെമ്പറേറ്റ് ഫ്രൂട്ട്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആ കഴിഞ്ഞ അതേ പാറ്റേണിൽ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ തന്നെ പോവാം. മിക്സ്ഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വരുന്ന രീതിയിലും, അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് തിയറിയും കൂടെ ചേർത്തിട്ട് പോവാം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രിക്കറ്റ് ബോൾ, ഓവൽ ആൻഡ് കൽക്കട്ട റൗണ്ട് ആർ ദ വെറൈറ്റീസ് ഓഫ്. ഇത് ഏത് ക്രോപ്പിന്റെ വെറൈറ്റിയാണ്? സപ്പോട്ടയാണോ, പപ്പായയാണോ, പൈനാപ്പിൾ ആണോ, കോക്കനട്ട് ആണോ? ബാക്കി നമുക്ക് POP വായിച്ചിട്ട് വരണം എന്ന് പറഞ്ഞായിരുന്നു. POP വായിച്ചാണെങ്കിൽ കിട്ടും. ഏതാണ്? സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. യെസ്, റൈറ്റ്. സപ്പോർട്ടയുടെ വെറൈറ്റീസ് ആണ്. അപ്പൊ സപ്പോർട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. മനുൽക്കാര സപ്പോർട്ട് അല്ലെങ്കിൽ അക്രസ് സപ്പോർട്ട്, രണ്ടും സപ്പോർട്ടയുടെ സയന്റിഫിക് നെയിം തന്നെയാണ്. വെറൈറ്റീസ് നമുക്ക് POPയിൽ പറയുന്നത് ക്രിക്കറ്റ് ബോൾ, ഓവൽ, ദെൻ കലിപ്പട്ടി, ബദാമി, അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റീസ് കൽക്കട്ട റൗണ്ട്, PK, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ബരാമസി, അങ്ങനെ കുറച്ച് വെറൈറ്റീസ്. അപ്പൊ അത് നോക്കുക. ഇപ്പൊ ആ വെറൈറ്റീസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് ഈ ക്രിക്കറ്റ് ബോൾ, ഓവൽ, കൽക്കട്ട റൗണ്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. Then next, dash is the best rootstock for enarching sapota. സപ്പോർട്ട് ഇനാർച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പ്രൊപ്പഗേഷൻ പഠിച്ചിട്ടുള്ളതായിരുന്നു. ഇനാർച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സപ്പോർട്ടയുടെ ഒക്കെ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഗ്രാഫ്റ്റിംഗ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്റ്റിംഗ്, അതിനകത്ത് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ഇനാർച്ചിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നോക്കി, ഞാൻ ആ ഒരു ടൈമിൽ ഇത് പറഞ്ഞു എന്ന് ചെറിയൊരു ഓർമ്മയുണ്ട്. ഡാഷ് ഈസ് ദ ബെസ്റ്റ് റൂട്ട് സ്റ്റോക്ക് ഫോർ ഇനാർച്ചിങ് സപ്പോർട്ട. കിർണി, വെള്ളൈക്കുളുമ്പൻ, റയാൻ. ഓപ്ഷൻ ഡി ബോത്ത് A and C. ഏതാണ്? കിർണി എന്നൊരാൾ പറയുന്നുണ്ട്, ബോത്ത് A and C എന്ന് വേറൊരാൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഈസ് ബോത്ത് A and C. ഇത് കിർണി നമുക്കിപ്പം നമ്മുടെ POPയിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ ലെയേഴ്സ് ആൻഡ് ഗ്രാഫ്സും അതിൽ തന്നെ ഗ്രാഫ്റ്റിംഗ് ആണ് കുറച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. മനിൽക്കാര ഹെക്സാൻഡ്ര, ബ്രാക്കറ്റിൽ കിർണി കോമൺ നെയിം ആണ്. കിർണിന്ന് കൊടുത്തിട്ടുള്ളത്. കിർണിന്ന് മാത്രമേ നമ്മുടെ POPയിൽ കൊടുത്തിട്ടുള്ളൂ. കിർണി പറയുന്ന മറ്റൊരു പേരാണ് റയാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മനിൽക്കാര ഹെക്സാൻഡ്ര. ഇനി ഓപ്ഷനിൽ കിർണിന്നും റയാനും ഒന്നും അല്ല തരുന്നത്. മനിൽക്കാര ഹെക്സാൻഡ്ര എന്നാണെങ്കിലും അതെന്താണ്? നമ്മുടെ റൂട്ട് സ്റ്റോക്ക് ആണ് സപ്പോർട്ടൊക്കെയുള്ള. ഓക്കെ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി ഓപ്ഷൻ ബിയിൽ ഒരു വെള്ളയക്കുളുമ്പൻ കിടക്കുന്നുണ്ട്. വെള്ളയക്കുളുമ്പൻ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ എവിടേക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെള്ളയക്കുളുമ്പൻ? വെള്ളയക്കുളുമ്പൻ ഏതിന്റെ വെറൈറ്റി ആയിരുന്നു? ഒരു ഫ്രൂട്ട് ക്രോപ്പ് ആണ്. ഏത് ഫ്രൂട്ട് ക്രോപ്പിന്റെ വെറൈറ്റി ആയിരുന്നു? ബനാന പറയുന്നുണ്ട്, മാംഗോ പറയുന്നുണ്ട്. എന്തിന്റെ വെറൈറ്റിയാ? നമുക്ക് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്ലാസ്സിലായിട്ട് പഠിപ്പിച്ചതിനകത്ത് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ പഠിച്ചില്ല എന്നല്ലേ ഇതിനർത്ഥം? കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലോ. വെള്ളയക്കുളുമ്പൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. മാംഗോയുടെ വെറൈറ്റി ആണ്.
മാംഗോയുടെ വെറൈറ്റിയിൽ തന്നെ എന്ത് പ്രത്യേകതയായിരുന്നു അതിനുണ്ടായിരുന്നത് വെള്ളയക്കുളമ്പിന്? വെള്ളയക്കുളമ്പിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു വെറൈറ്റീസ് പഠിപ്പിച്ചപ്പം. ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അതൊരു പോളി എംബ്രിയോണിക് വെറൈറ്റി ആണ്. കുറച്ച് പോളി എംബ്രിയോണിക് വെറൈറ്റി, മൂവാണ്ടൻ, വെപ്പക്കായ്, ഗോവ, സേലം, വെള്ളയക്കുളുമ്പൻ, ചന്ദ്രകാരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ അധികം വെറൈറ്റീസ് പഠിച്ചു. അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ പല അഗ്രികൾച്ചർ നമ്മുടെ പല കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വെള്ളയക്കുളുമ്പിനൊക്കെ ഒരു ഡോർഫിംഗ് റൂട്ട് സ്റ്റോക്ക് കൂടിയാണ്, അതൊരു പോളി എംബ്രിയോണിക് വെറൈറ്റി ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. മാംഗോയുടെ ആണ്, ബനാനയുടെ അല്ല, തെറ്റിപ്പോരുത്. അപ്പൊ നമുക്ക് വെറൈറ്റീസ് നമുക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കുറ്റം പറയാൻ പറ്റും. നമുക്ക് കുറെ വെറൈറ്റീസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് മെമ്മറൈസ് ചെയ്യാന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ്. അപ്പൊ കുറെ തവണ വായിക്കുക, എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു കോഡ് ഉണ്ടാക്കി നമ്മുടേതായ രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പൊ അതങ്ങനെയൊക്കെ നമുക്ക് വെറൈറ്റീസ് മെമ്മറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും വെറൈറ്റീസ് പഠിക്കുമ്പോൾ നമ്മുടെ POP ആയിക്കോട്ടെ, എവിടെ നമ്മൾ വെറൈറ്റീസ് പഠിക്കുമ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ഉള്ള വെറൈറ്റീസ് പ്രത്യേകിച്ച് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കാം. കാരണം അത് ക്വസ്റ്റ്യൻസിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. വെള്ളയക്കുളുമ്പൻ നമ്മൾ പറഞ്ഞ പോലെ പോളി എംബ്രിയോണിക് ആണ്, അല്ലെങ്കിൽ ഒരു ഡോർഫിംഗ് റൂട്ട് സ്റ്റോക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളയക്കുളുമ്പൻ എന്ന് പറയുന്നത് മാംഗോയുടെ ഒരു വെറൈറ്റി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റെക്കമെൻഡഡ് ന്യൂട്രിയന്റ് ഡോസേജ് ഫോർ എ ഫുൾ ഗ്രോൺ സപ്പോർട്ട ട്രീ പെർ ഇയർ ഈസ്. ഒരു വർഷം ഒരു ഫുൾ ഗ്രോൺ ആയിട്ടുള്ള സപ്പോർട്ട ട്രീക്ക് കൊടുക്കുന്ന ന്യൂട്രിയൻ ഡോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ POP റെക്കമെൻഡേഷൻ ആണ് നമ്മൾ ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ? ഓപ്ഷൻ ബി. ഓപ്ഷൻ B പറയുന്നുണ്ട്. നമുക്ക് ഓപ്ഷൻ B ആണോ എന്ന് നോക്കാം. യെസ്, ഓപ്ഷൻ B ആണ്. അതായത് 500, 360, 750 ഗ്രാം പെർ ട്രീ പെർ ഇയർ ആണ്. ഫാം യാർഡ് മെനൂർ 85 kg എന്ന് പറയുന്നുണ്ട്. അപ്പം ഫാം യാർഡ് മെനൂറൊക്കെ ജസ്റ്റ് അളവെന്ന് അറിഞ്ഞിരിക്കുക. ഈ NPK റെക്കമെൻഡേഷൻ സാധാരണഗതിയിൽ പൊതുവെ ക്വസ്റ്റ്യൻസിലേക്ക് NPK റെക്കമെൻഡേഷൻസ് ഒക്കെ ചോദിക്കാറുള്ളത് അത് മിക്കവാറും വെജിറ്റബിൾസിന്റെയാണ് മിക്കവാറും ചോദിക്കാനൊരു സാധ്യത. പിന്നെ ഫ്രൂട്ട് ക്രോപ്സിൽ തന്നെ നമ്മുടെ ബനാനയൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് സപ്പോർട്ട് നമുക്ക് അങ്ങനെ അത്ര ചോദിച്ചെവിടെയും കണ്ടിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് മാൾഫീജിയ പിനുസിഫോളിയ ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ്. എന്തിന്റെ സയന്റിഫിക് നെയിം ആണ്? സീതാഫെല്ലാണോ, രാംഫെല്ലാണോ, വെസ്റ്റ് ഇന്ത്യൻ ചെറി ആണോ, സ്റ്റാർ ഫ്രൂട്ട് ആണോ? വെസ്റ്റ് ഇന്ത്യൻ ചെറി. വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ ഇസ് വെസ്റ്റ് ഇന്ത്യൻ ചെറി. വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വെസ്റ്റ് ഇന്ത്യൻ ബാർബഡോസ് ചെറി എന്ന് പറയും. മാൾഫീജിയ പിനുസിഫോളിയ നമുക്കതിന് വേറെ ഒരിടത്തൊരു വരുന്നുണ്ട്. അതായത് നമുക്കതൊരു മൈനർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഗ്രൂപ്പ് കൂടിയാണ് മാൾഫീജിയ പിനുസിഫോളിയ. അത് ഓർത്തു വെക്കാം. നമുക്ക് നമ്മുടെ POP അത് ഉള്ളത് കൊണ്ട് ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കാം. ബാക്കി നമ്മുടെ സീതാഫെല്ല്, സീതപ്പഴം, രാംഫെല്ല് എന്നൊക്കെ പറയുന്നത് അനോനേഷ്യസ് ഫ്രൂട്ട്സ്, അനോനേസിയ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പൊ അതും നമുക്ക് വരുന്നുണ്ട്. നമുക്കത് നോക്കാം. സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് സപ്പോർട്ടയും വെസ്റ്റ് ഇന്ത്യൻ ചെറിയും അതൊക്കെ പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഒരു സ്ട്രോബെറി കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറി നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് അല്ല. സ്ട്രോബെറിയുടെ പ്രൊപ്പഗേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സ്ട്രോബെറി ഞാൻ ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. നമുക്ക് എപ്പോഴും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയയും അങ്ങനെയൊക്കെ നോക്കിയിട്ട് സ്ട്രോബെറിയുടെ പ്രൊപ്പഗേഷൻ നമ്മൾ പ്രൊപ്പഗേഷൻ ക്ലാസ് തുടങ്ങുമ്പോൾ പഠിച്ചിട്ടുണ്ട്. എന്ത് വഴിയാണ് സ്ട്രോബെറി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന? റണ്ണേഴ്സ് വഴിയാണ് നമുക്ക് സ്ട്രോബെറി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രൊപ്പഗേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സിന്റെ കാര്യവും ടിഷ്യൂ കൾച്ചർ പ്രൊപ്പഗേഷന്റെ കാര്യവും നമ്മുടെ POP പറയുന്നുണ്ട്. പക്ഷെ മെയിൻലി ഇറ്റ് ഇസ് പ്രൊപ്പഗേറ്റഡ് ബൈ റണ്ണേഴ്സ്. ഓക്കെ, അതായത് പ്ലാന്റ് പ്രൊപ്പഗേഷന്റെ ഡിഫറെന്റ് വെജിറ്റേറ്റീവ് പാർട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കിയിരിക്കുക. പിന്നെ വിന്റർ ഡോൺ, സ്വീറ്റ് ചാർലി, ചാൻസലർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വെറൈറ്റീസ് പറഞ്ഞിട്ടുണ്ട്. 3 വെറൈറ്റീസ് നമുക്ക് POP കൊടുത്തിട്ടുള്ളൂ. അപ്പം ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു ക്രോപ്പ് ആയിരുന്നു ഗ്രേപ്സ്. ഗ്രേപ്സ് നമുക്ക് POP അപ്പൊ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലിയർ പോലെ കുറച്ച് കാര്യങ്ങൾ ഗ്രേപ്സിനെ പറ്റി പഠിക്കാം. അപ്പൊ എന്റെ സയന്റിഫിക് നെയിം വിറ്റിസ് വെനിഫെറ ആണ്. ക്രോമസോം നമ്പർ 38, ഫാമിലി വിറ്റേസിയ. അപ്പൊ സയന്റിഫിക് നെയിം ഫാമിലി ഓർത്തിരിക്കുക, വിറ്റിസ് വെനിഫെറയും വിറ്റേസിയ ഫാമിലിയും. ഓക്കെ, ഇനി വെറൈറ്റീസ്. ഞാനിപ്പം വെറൈറ്റീസിന്റെ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് എന്നുള്ള ഒരു ടേബിൾ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ എല്ലാ ക്യാരക്ടേഴ്സും ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളതുണ്ടെങ്കിൽ മാത്രം ഒന്ന് നോക്കിയാൽ മതി. പക്ഷെ വെറൈറ്റീസിന്റെ പേര് അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരുന്നു. പിന്നെ നമുക്ക് ഇപ്പം എന്താ പറയാ
ഗ്രേപ്സിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സീഡഡ് ആസ് വെൽ ആസ് സീഡ്ലെസ്. നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിലീസ് ചെയ്ത സോ മെനി വെറൈറ്റീസ് അതെ. പക്ഷെ നമുക്ക് ഫുള്ള് നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് നോക്കാം. അപ്പൊ എല്ലാവർക്കും അറിയാം നമുക്ക് എന്താ സീഡഡ്, കുരു ഉള്ളതും കുരു ഇല്ലാത്തതായിട്ടുള്ള മുന്തിരിങ്ങയുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഫസ്റ്റ് സീഡഡ് വെറൈറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അനാബി ഷാഹി, ബാംഗ്ലൂർ ബ്ലൂ, ബോക്രി, ദെൻ ബ്ലാക്ക് ചാമ്പ, ഗുലാബി. ഇതിനകത്ത് ഈ അനാബി ഷാഹി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് പലയിടത്തും നമുക്ക് ഇനി റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പലയിടത്ത് ഈ പേര് കേൾക്കാം. അപ്പൊ അതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള വെറൈറ്റി ആണ്. അപ്പൊ അതെന്ന് പറയുന്നത് മെയിൻലി നമുക്കറിയാം ഗ്രേപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് വെറൈറ്റീസ് ഒന്നാണ് അനാബി ഷാഹിയൊക്കെ. പിന്നെ ബ്ലാക്ക് ചാമ്പ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി കോമൺ ആണ്. ദെൻ ഗുലാബി, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ആണ് സീഡഡ് ഉള്ളത്. ഇനി സീഡ്ലെസ് വെറൈറ്റി, സീഡ്ലെസ്സിനകത്ത് ചില വെറൈറ്റീസ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ബ്യൂട്ടി സീഡ്ലെസ് ഉണ്ട്, തോംസൺ സീഡ്ലെസ്സും ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ചിലപ്പം ഓർമ്മ വരും. ഇനി അല്ലാത്ത കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, ഡിലൈറ്റ്, പെർലെറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ് സീഡ്ലെസ് വെറൈറ്റീസ് ആണ്. അപ്പൊ സീഡഡിനെക്കാളും കുറച്ചുകൂടി ആളുകൾ പ്രിഫർ ചെയ്യുന്നത് സീഡ്ലെസ് ആയിരിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂലും സീഡ്ലെസ് വെറൈറ്റീസിന് കുറച്ച് അധികം പ്രത്യേകതയുണ്ട്. അതായത് നമുക്ക് ഇനി വരുന്നുണ്ട്. നമുക്ക് സീഡ്ലെസ്നെസ് വരുന്നത് എന്തുകൊണ്ടാണ്? പാർത്തനോകാർപ്പി വരുന്നുണ്ട്. അപ്പൊ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ആണ് അത്. പാർത്തനോകാർപ്പി എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ചോദിക്കണോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണോ? ഞാൻ തന്നെ പാർത്തനോകാർപ്പി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. അപ്പൊ അത് എന്തുകൊണ്ടാണ്, ഏതൊക്കെ രണ്ട് തരത്തിലുള്ള പാർത്തനോകാർപ്പി നമുക്ക് നമ്മുടെ 3 തരത്തിൽ പ്രധാനമായിട്ടുണ്ട്. 2 തരത്തിലുള്ള പാർത്തനോകാർപ്പി ഗ്രേപ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിനി വരുന്ന സ്ലൈഡ് ഉള്ളത് നോക്കാം. അപ്പൊ സീഡ്ലെസ് വെറൈറ്റീസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു? ബ്യൂട്ടി സീഡ്ലെസ്, ഡിലൈറ്റ്, പെർലെറ്റ്, തോംസൺ സീഡ്ലെസ്. ഇതൊക്കെ എന്റെ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ക്യാരക്ടേഴ്സ് ഞാൻ നിങ്ങളോട് പഠിക്കാനായിട്ട്, ഇരുന്ന് കാണാതെ പഠിക്കാനായിട്ട് പറയത്തില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന വെറൈറ്റീസിനകത്തൊന്നും അധികം കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി നോട്ട് ഡൗൺ ചെയ്യാനുള്ള കാര്യങ്ങളില്ല. ജസ്റ്റ് ഒരിക്കലെങ്കിലും ഒന്ന് ജസ്റ്റ് വായിച്ചു വെക്കും, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് ഹൈബ്രിഡ്സ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് പ്രധാനമായിട്ടും ഐ എച്ച് ആർ എവിടെയായിരുന്നു? ബാംഗ്ലൂർ. അപ്പൊ IIHR കുറച്ച് വെറൈറ്റീസും IRAയുടെ കുറച്ച് വെറൈറ്റീസും ജസ്റ്റ് നോക്കാം. അപ്പൊ IIHR വെറൈറ്റിക്കകത്ത് അർക്കാവതി, നമുക്ക് IIHR തുടങ്ങുന്ന വേറെ റിലീസ് ചെയ്യുന്ന വെറൈറ്റീസ് ഒക്കെ അർക്കയിലാണ് തുടങ്ങുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ IIHR വെറൈറ്റീസ്, അതായത് ഇത് ഹൈബ്രിഡ്സ് ആണ്. അപ്പൊ ഈ ഹൈബ്രിഡ് ഇനങ്ങളായതുകൊണ്ട് അത് കുറച്ചൊന്ന് നോട്ട് ചെയ്യാം. ഇതിന്റെ പേരന്റേജ് ക്രോസ് നിങ്ങൾ പഠിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം അത്ര ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ അർക്കാവതി എന്ന് പറഞ്ഞ IIHR ഹൈബ്രിഡ് ആണ്. ബ്ലാക്ക് ചാമ്പ്യൻ, തോംസൺ സീഡ്ലെസ്സും തമ്മിൽ ക്രോസ് ചെയ്യുന്നതാണ്. ദെൻ അർക്ക കാഞ്ചൻ, അർക്ക ശ്യാം, അർക്ക ഹാൻസ്, ദെൻ അർക്ക നീലമണി. ഇതെല്ലാം തന്നെ എന്താണ് IIHR ഹൈബ്രിഡ്സ് ആണ്. പിന്നെ ചിലത് ഇപ്പം റെസിസ്റ്റന്റ് ടു ആന്ത്രക്നോസ് അങ്ങനെ കൊടുത്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ സീഡ്ലെസ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഇപ്പം 2 എണ്ണം അർക്ക ശ്യാമും അർക്ക ഹാൻസും ആന്ത്രക്നോസ് ഡിസീസിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ചില വെറൈറ്റീസ് നമുക്കറിയാം, മുന്തിരി എന്ന് പറയുന്നത് നമുക്ക് ഡെസേർട്ട് പർപ്പസിന്, അതായത് നമുക്ക് ഫ്രൂട്ട് ആയിട്ട് ഈറ്റ് ചെയ്യുന്നതും ടേബിൾ പർപ്പസിനും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണ്, വൈൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് മുന്തിരി വളരെ അതാണല്ലോ മെയിൻ ആയിട്ട് അതിന്റെ ഒരു കൾട്ടിവേഷൻ സംഭവം, ഒരു ഇമ്പോർട്ടൻസ്, പോസ്റ്റ് ഹാർവസ്റ്റ് ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്നത്. അപ്പൊ അത് വൈൻ മേക്കിങ്ങിന് വെരി ഗുഡ് ഫോർ വൈൻ മേക്കിംഗ് അർക്ക ഹാൻഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ ചിലത് റൈസിൻ പ്രൊഡക്ഷൻ, നമുക്കറിയാം ഉണക്കമുന്തിരി റൈസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. അപ്പൊ ഈ ഹൈബ്രിഡ്സിന്റെ പേര് എല്ലാവരും ഒന്ന് പഠിക്കാം. അർക്കാവതി, അർക്ക കാഞ്ചൻ, അർക്ക ശ്യാം, അർക്ക ഹാൻസ്, അർക്ക നീലമണി, ഇനിയുണ്ട് അർക്ക ശ്വേത, അർക്ക മെജസ്റ്റിക്, അർക്ക ചിത്ര. അപ്പം ഇതിനകത്ത് തൊട്ടിപ്പുറത്ത് ഇപ്പം ആന്ത്രക്നോസിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ടോളറന്റ് പൗഡറി വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ എല്ലായ്പ്പോഴും ഇതിന്റെ ക്യാരക്ടേഴ്സ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പക്ഷെ കൂടുതലായിട്ടും ഇപ്പം ഇന്നൊരു സംഭവം തന്നിട്ട് അത് എന്തിന്റെ വെറൈറ്റി ആണെന്നോ അല്ലെങ്കിൽ എന്തിന്റെ ഹൈബ്രിഡ് ആണെന്നോ അങ്ങനെയൊക്കെ ചോദിക്കാനായിരിക്കും പക്ഷെ സാധ്യത. അപ്പൊ അർക്ക ശ്വേത, അർക്ക മജസ്റ്റിക്, അർക്ക ചിത്ര, ദെൻ അർക്ക കൃഷ്ണ, അർക്ക സോമ, അർക്ക തൃഷ്ണ. ഞാനിപ്പോ IIHR എന്നുള്ള അത്യാവശ്യം എല്ലാ വെറൈറ്റീസ് അല്ല ഹൈബ്രിഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പറ്റുന്നത്രയും പേരുകൾ പഠിച്ചു വെക്കുക കേട്ടോ. പറ്റുന്നത്രയും കോമൺ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അർക്ക ശ്യാം, അർക്ക ഹാൻസ്, അർക്ക കാഞ്ചൻ, അർക്ക വതി എന്നൊക്കെ പറഞ്ഞു കുറച്ച് കോമൺ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്. പിന്നെ ഇതിനകത്താണെങ്കിലും ഇതൊക്കെ കോമൺ തന്നെയാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ വെറൈറ്റീസ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ IAR ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിലീസ് ചെയ്ത്, അപ്പൊ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നതൊക്കെ പൂസ എന്നുള്ള പേരുകൾക്കാണ്. അപ്പൊ ചിലപ്പോൾ അർക്ക ഇന്നൊരു വെറൈറ്റി എന്നിട്ട് ഇവിടെ നിന്ന് റിലീസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യന്റെ വെറൈറ്റി ഇവിടെ നിന്ന് റിലീസ് ചെയ്ത് എളുപ്പമാണ്. IIHR എന്നാണ്. IAR എന്നാണെങ്കിൽ പൂസ. ഓക്കെ, പൂസ നവരൻ, പൂസ ഉർവശി,
പൂസ സീഡ്ലെസ്, പൂസ സ്വർണിക, ഇതെല്ലാം തന്നെ എന്തിന്റെ വെറൈറ്റീസ് ആണ്? അയ്യരുടെ വെറൈറ്റീസ് ആണ്. അപ്പം സീഡ്ലെസ് കണ്ടുകൊണ്ട് തന്നെ ഇത് സീഡ്ലെസ് ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് നമുക്കറിയാം. പൂസ നവരങ്ങ്, പൂസ ഉർവശി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പൂസ ഉർവശി പറഞ്ഞ റേസിൻ പ്രൊഡക്ഷൻ ഒക്കെ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പം 4 വെറൈറ്റീസ് ഇവരുള്ളൂ: പൂസ നവരങ്ങും, പൂസ ഉർവശി, പൂസ സീഡ്ലെസ്, പൂസ സ്വർണിക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 വെറൈറ്റീസ്. ഓക്കെ, നമുക്ക് സിലബസിൽ വെറൈറ്റീസ് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വെറൈറ്റീസിന്റെ പേരുകൾ പഠിക്കാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ അത് ജസ്റ്റ് പഠിച്ചേ പറ്റൂ. പിന്നെ പറയുന്ന സിലബസിൽ പ്രൊപ്പഗേഷൻ പറയുന്നുണ്ട്. പ്രൊപ്പഗേഷൻ നമ്മൾ ഓൾറെഡി ഒരുപക്ഷെ നമ്മുടെ പ്രൊപ്പഗേഷൻ ക്ലാസ്സുകളിൽ എക്സാമ്പിളിന് കൂട്ടത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹാർഡ് വുഡ് കട്ടിങ്സ് മെയിൻലി നമുക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയിൻലി ബൈ ഹാർഡ് വുഡ് കട്ടിങ്സ്. ഹാർഡ് വുഡ് അതായത് പ്രൊപ്പഗേഷൻ ബൈ കട്ടിങ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. സോഫ്റ്റ് വുഡ്, സെമി ഹാർഡ് വുഡ്, അതുപോലെ തന്നെ ഹെർബേഷ്യസ് കട്ടിങ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഹാർഡ് വുഡ് കട്ടിങ്സ് ആണ് നമ്മൾ ഗ്രേപ്സിൽ പ്രൊപ്പഗേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ പറയാണെങ്കിൽ 20 മുതൽ 40 സെന്റിമീറ്റർ നീളമുള്ള ഹാർഡ് വുഡ് കട്ടിങ്സ് വിത്ത് 3 to 4 നോട്ട്സ് ഫ്രം 1 year old ഷൂട്ട്സ്. 1 year old ഷൂട്ട്സ് നമ്മൾ നമ്മുടെ മുന്തിരിയുടെ ഷൂട്ടിന് നമ്മൾ കെയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ടെർമിനോളജീസ് നമുക്ക് വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ അത് നോക്കാം. അപ്പൊ അത്തരത്തിലുള്ള അത്രയും ലെങ്ത് ഉള്ള ഷൂട്ട്സിനെ കളക്ട് ചെയ്യുന്നു. വൈൽ പ്രൂണിംഗ് ആൻഡ് പ്ലാന്റഡ് ഇൻ ബഡ്. ടൈം എന്ന് പറയുന്നത് ജാനുവരി in North India and October in South India. It takes around 3 to 4 weeks for rooting. 3 മുതൽ 4 ആഴ്ചകൾ വരെ, ഏകദേശം 1 മാസം എടുക്കും. Then 1 year old rooted cuttings are planted in the main field. അവിടെ നിന്ന് 1 year old rooted cuttingsനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻ ഫീൽഡിലേക്ക് മാറ്റി നടുന്നത്. ഓക്കെ, അപ്പം എന്ത് വഴിയാണ് പ്രൊപ്പഗേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഹാർഡ് വുഡ് കട്ടിങ്സ് ആണ്. അതിന്റെ കൂടെ ചിപ്പ് ബഡിങ്, പിന്നെ ഗ്രാഫ്റ്റിംഗ് മെത്തേഡ്സും മൈക്രോ പ്രൊപ്പഗേഷനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ പ്രൊപ്പഗേഷൻ ഹാർഡ് വുഡ് കട്ടിങ്സ്. ഓക്കെ, ഇനി നമുക്ക് റൂട്ട് സ്റ്റോക്ക്, നമ്മൾ ഇപ്പം ഗ്രാഫ്റ്റിംഗ് പർപ്പസിനൊക്കെ എടുക്കുന്ന റൂട്ട് സ്റ്റോക്കിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയാറുണ്ട്. അപ്പം സെലക്ഷൻ ഓഫ് റൂട്ട് സ്റ്റോക്ക് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ഗ്രേപ്പ് പ്രൊപ്പഗേഷൻ ബൈ ബഡിങ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. ബഡിങ് ഗ്രാഫ്റ്റിംഗിന്റെ സമയങ്ങളിൽ റൂട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം റൂട്ട് സ്റ്റോക്ക് അഫക്ട്സ് ട്രീ വിഗർ. അതായത് എപ്പോഴും നമ്മൾ എടുക്കുന്ന റൂട്ട് സ്റ്റോക്കും ട്രീയുടെ വിഗറിനെ, പ്ലാന്റ് ഡെൻസിറ്റി, ഫ്രൂട്ട് ഈൽഡ്, ക്വാളിറ്റി ബിസൈഡ്സ് എൻഷ്യൂറിംഗ് ദി ഡിസൈഡ് എഫക്ട്സ് വിത്ത് റെസിസ്റ്റൻസ് ടു പല ഡിസീസസിന് അല്ലെങ്കിൽ ചിലപ്പോൾ ചില ക്ലൈമറ്റിക് കണ്ടീഷൻസിന്, അബയോട്ടിക് സ്ട്രെസ്സിന് ഒക്കെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള റൂട്ട് സ്റ്റോക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ റെസിസ്റ്റൻസ് നമുക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യും. അതായത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ബഡ് ചെയ്തെടുക്കുന്നതിനകത്ത് അത് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് റെസിസ്റ്റന്റ് റൂട്ട് സ്റ്റോക്സ് പഠിക്കണം. പക്ഷെ ഇതിപ്പോ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ പേരുകളും കൊടുത്തിട്ടുണ്ട്. ഇത് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. അത് മെയിൻലി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അജിയുടെ PG എൻട്രൻസ് വർക്കോ അല്ലെങ്കിൽ അല്ലാത്ത ചില കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ നമ്മുടെ പുതിയ സിലബസിൽ ഇത് എടുത്ത് പറയുന്നത് കൊണ്ട് നമുക്കത് പഠിക്കണം. അതായത് റൂട്ട് സ്റ്റോക്സ്, ഡിഫറെന്റ് റൂട്ട് സ്റ്റോക്സ് യൂസ്ഡ് നിമറ്റോഡ്സ്, നിമാവിരകൾക്ക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള റൂട്ട് സ്റ്റോക്ക്. അതായത് വിറ്റിസ് ചാമ്പിനി, വിറ്റിസ് സോളാരിസ്, ഫ്രീഡം, ഹാർമണി. ഇതിന്റെ എല്ലാ പേരുകളും പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓർത്ത് വെക്കുന്ന കുറച്ച് പേരുകളൊന്ന് പഠിച്ചു വെക്കുക. ഇതിനകത്ത് ഹാർമണി, ഫ്രീഡം, പിന്നെ ഈ വിറ്റിസ് ചാമ്പിനൊക്കെ പല ക്വസ്റ്റ്യൻസിനും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിയിക്കുക, നിമറ്റോഡ്സിന് റെസിസ്റ്റന്റ് ആണ്. ഇനി റൂട്ട് സ്റ്റോക്ക് റെസിസ്റ്റന്റ് ഫില്ലോസീറ എന്ന് പറയുന്ന ഒരു പെസ്റ്റിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ളത് വിറ്റിസ് റുപ്പേറിയ, വിറ്റിസ് റൂപെസ്ട്രിസ്. ഈ വിറ്റിസ് റൂപെസ്ട്രിസ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വിറ്റിസ് ഞാൻ നോട്ട് ഡൗൺ ചെയ്യുന്ന റൂട്ട് സ്റ്റോക്സിൽ അത്യാവശ്യം നമുക്ക് ഓർത്ത് വെക്കാം. ദെൻ സലൈനിറ്റി, നല്ല സലൈൻ കണ്ടീഷന് വേണ്ടിയിട്ട് സലൈനിറ്റി, സോൾട്ട് എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് സോൾട്ട് ക്രീക്ക്, സോൾട്ട് സലൈനിറ്റി ആ ഒരു രീതിയിലൊക്കെ ഓർത്ത് വെക്കുക. സോൾട്ട് ക്രീക്ക്, ഡോഗ് റിഡ്ജ്. ഇനി ഡ്രൗട്ട്, ഞാൻ പറഞ്ഞു നമുക്ക് ഡിസീസ് മാത്രമല്ല, ചിലപ്പോൾ ചില അഡ്വേഴ്സ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ഡ്രൗട്ട്, വരൾച്ച വരുന്നു, അല്ലെങ്കിൽ സലൈനിറ്റി കണ്ടീഷൻസ്, ഇതിനൊക്കെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള റൂട്ട് സ്റ്റോക്സ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ ഈ റൂട്ട് സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ജസ്റ്റ് ആ റെസിസ്റ്റൻസ് വരുന്ന റൂട്ട് സ്റ്റോക്കുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് കുറച്ച് ബേസിക് ടെർമിനോളജീസ് ആണ്. ഈ ബേസിക് ടെർമിനോളജീസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്കിപ്പം നമ്മുടെ നോർമൽ പ്ലാന്റ്സിന്റെ ഓരോ പാർട്ട് പറയുന്ന പോലെ തന്നെ നമുക്കറിയാം, മുന്തിരി വള്ളികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മുന്തിരി വള്ളികളുടെ ഓരോ പാർട്ട് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഒന്നാമത് ട്രങ്ക്. ട്രങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെയിൻ സ്റ്റെം ഓഫ് ദ പ്ലാന്റ്. അതായത് ഈ മെയിൻ സ്റ്റെമ്മിനെയാണ് നമ്മൾ ട്രങ്ക് എന്ന് പറയുന്നത്. യൂഷ്വലി പറയുന്ന പോലെ തന്നെ ആം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്രാഞ്ചിങ് വൈൻ ഫ്രം ദ ട്രങ്ക്. ഈ ട്രങ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ രണ്ട് സൈഡിലേക്ക് ഇത്തരത്തിൽ എന്തുണ്ടാവുന്നുണ്ട്, ഇത്തരത്തിൽ ഇങ്ങനെ ആംസ് ഉണ്ടാവുന്നുണ്ട് രണ്ട് വശങ്ങൾക്ക്. അതിന് നമ്മൾ ആം എന്ന് പറയുന്നത്. ഷൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ യങ് ഗ്രോത്ത് ഓഫ് ദ കറന്റ് സീസൺ. ഈ കറന്റ് സീസണിൽ വരുന്ന ഈ യങ് ഷൂട്ട് അല്ലെങ്കിൽ യങ് ഗ്രോത്തിനെയാണ് നമ്മൾ ഷൂട്ട് എന്ന് പറയുന്നത്.
നമ്മൾ യൂഷ്വലി പറയുന്നത് കെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മെച്യൂർഡ് ഷൂട്ട് ഓഫ് പാസ്റ്റ് സീസൺ. അതായത് കെയിൻ എന്ന് പറയുന്ന കുറച്ച് മുന്നേ ഉണ്ടായ മെച്യൂർഡ് ആയിട്ടുള്ള ഷൂട്ടിനെയാണ് നമ്മൾ മുന്തിരിയുടെ കെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പോർഷൻ ഓഫ് ദ കെയിൻ ലെഫ്റ്റ് ബിഹൈൻഡ് ഓൺ ദ വൈൻ വെൻ ഇറ്റ് ഈസ് പ്രൂൺഡ്. നമ്മൾ പ്രൂണിംഗ് ട്രെയിനിങ് ഒക്കെ പഠിക്കുന്നുണ്ട്. പ്രൂൺഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂണിംഗ് നടത്തിയതിനു ശേഷം ആ കെയിനിന്റെ കുറച്ച് ഭാഗം ഇങ്ങനെ ലെഫ്റ്റ് ഓവർ ആയിട്ട് ലെഫ്റ്റ് പോർഷനെയാണ് നമ്മൾ സ്പർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലെഫ്റ്റ് പോർഷനെയാണ് നമ്മൾ, അതായത് ബാക്കി നിൽക്കുന്ന പോർഷനാണ് നമ്മൾ സ്പർ എന്ന് പറയുന്നത്. ഓക്കെ. പ്രൂൺ ചെയ്തതിന് ശേഷം അവിടെ നിർത്തുന്ന ആ ഒരു കുറ്റിയായിട്ട് നിൽക്കുന്ന ഭാഗം. ദെൻ ഫ്രൂട്ടിംഗ് സ്പർ ഉണ്ട്. അതായത് ഫ്രൂട്ടിംഗ് സ്പർ എന്ന് പറയുന്നതായിരിക്കും സ്പർ വിത്ത് 3 or more buds meant for bearing fruits. അപ്പൊ അത്തരത്തിൽ ചിലത് പ്രൂൺ ചെയ്ത് നിർത്തുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഈ ഫ്രൂട്ട് ബഡ്സോട് കൂടി, അതായത് ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടാവാനുള്ള പാകത്തിലുള്ള ബഡ്സോട് കൂടിയ ചില സ്പറുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഫ്രൂട്ടിംഗ് സ്പർ എന്ന് പറയുന്നത്. ദെൻ ഫൗണ്ടേഷൻ സ്പർ, റിന്യൂവൽ സ്പർ എന്ന് വെച്ചാൽ സ്പർ വിത്ത് ഓൺലി 1 ബഡ് ഫോർ ഗിവിംഗ് ഷൂട്ട് ഫോർ നെക്സ്റ്റ് ഗ്രോപ്പ്. അതായത് റിന്യൂവൽ പുതുതായിട്ട്, അതായത് ഒരു ബഡൊക്കെ അവശേഷിക്കുന്നതിനാണ് നമ്മൾ ഫൗണ്ടേഷൻ സ്പർ എന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. സ്പർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഫ്രൂട്ടിംഗ് സ്പർ അറിഞ്ഞിരിക്കുക. അപ്പം ട്രങ്ക്, ആം, ഷൂട്ട്, കെയിൻ, സ്പർ, ഇങ്ങനെ കുറച്ച് ടെർമിനോളജീസ് ഒക്കെ നമ്മൾ മുന്തിരിയുടെ ഒരു ജനറൽ എന്താ പറയാ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ട്രീയുടെ ഒരു മോർഫോളജി പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം ട്രങ്ക് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. ആം, കെയിൻ ഒക്കെ അറിഞ്ഞിരിക്കും. ഇറ്റ് ഇസ് ദ മെച്യൂർഡ് ഷൂട്ട് ഓഫ് പാസ്റ്റ് സീസൺ ഗ്രോത്ത്. അതായത് കുറച്ച് പ്രായത്തിൽ മെച്യൂർ ആയിട്ടുള്ള ഷൂട്ട്, അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പിക്ചറുടെ റെപ്രസെന്റേഷൻ, ഈ ഒരു പിക്ചറും കൂടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം എന്താ സംഭവം എന്ന് മനസ്സിലാവും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഗ്രേപ്സിൽ ട്രെയിനിങ്ങും പ്രൂണിങ്ങും. ഓൾറെഡി നമ്മൾ നിങ്ങളുടെ ജനറൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തത് മറ്റൊരു ടീച്ചറായിരുന്നു. അപ്പം ഓൾറെഡി ട്രെയിനിങ്ങും പ്രൂണിങ്ങും നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പ്രൊപ്പഗേഷൻ തൊട്ടായിരുന്നല്ലോ എടുത്തിരുന്നത്. അപ്പം ട്രെയിനിങ് പ്രൂണിങ് എന്ന് പറയുന്നത് നമുക്ക് ജനറൽ ഓർച്ചാർഡ് മാനേജ്മെന്റിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയാണ്. അപ്പൊ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്ങും പ്രൂണിങ്ങും ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാം. അപ്പൊ നമുക്കിപ്പൊ നമ്മുടെ ഗ്രേപ്സിന്റെ വിത്ത് റെഫറൻസ് ടു ഗ്രേപ്സ് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താ അതിന്റെ ഒബ്ജക്റ്റീവ്സ്? ടു ഗീവ് എ ഡിസൈഡ് ഷേപ്പ് ടു ഫെസിലിറ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ ഓപ്പറേഷൻസ് ഒക്കെ ഫെസിലിറ്റേറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിസൈഡ് ഷേപ്പ് ട്രെയിൻ ചെയ്ത് നിർത്തുകയാണ്. ഒരു പ്രത്യേക ഷേപ്പിലേക്ക് നമ്മൾ നിർത്തുകയാണ്. ദെൻ ടു പ്രൊവൈഡ് ഗുഡ് ലീഫ് എക്സ്പോഷർ. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നമ്മൾ നല്ല രീതിയിലൊക്കെ ആക്കുമ്പോഴത്തേക്കും സൺലൈറ്റിനൊക്കെ നല്ല, അതായത് ലീഫ് ഒക്കെ നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിരിക്കും. ടു ഗെറ്റ് ഹൈ ഈൽഡ് ഫോർ ബെറ്റർ ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്സ്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ടു മെയിൻറ്റെയിൻ ദ വിറ്റാലിറ്റി ഓഫ് ദ വൈൻ ഓവർ എ ലോങ് പീരീഡ്. അതായത് കുറെ നാളത്തേക്കും നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈൽഡ് ഒക്കെ കിട്ടുന്ന രീതിയിലേക്ക് നിർത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ട്രെയിനിങ്ങിന്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും 4 തരത്തിലുള്ള സിസ്റ്റംസ് ഓഫ് ട്രെയിനിങ് ആണ് നമുക്ക് ഗ്രേപ്സിൽ പറയാനുള്ളത്. ഞാനിപ്പോ ഒന്നുകൂടി എക്സ്ട്രാ ഒന്നുമല്ല, ഒരെണ്ണത്തിന്റെ ഒരു മോഡിഫിക്കേഷൻ തന്നെയായിരിക്കും, അതുകൂടി പറയുന്നുണ്ട്. ഹെഡ്, ബോവർ, നിഫിൻ, ഓവർ ഹെഡ് റിലീസ്. ഇത് ഒരുപക്ഷെ നിങ്ങൾ പല സിസ്റ്റംസ് ഓഫ് ട്രെയിനിങ്ങിൽ നമ്മൾ ഓപ്പൺ സെന്റർ, സെൻട്രൽ ലീഡർ, മോഡിഫൈഡ്, നിഫിൻ, കോർഡോൺ, ബോവർ, ടെലിഫോൺ റിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ 4 സിസ്റ്റംസ് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്, അതിന്റെ പിക്ചർ ഒരു പ്രസന്റേഷൻ, ജസ്റ്റ് ഓരോ പേര് അറിഞ്ഞിരിക്കും. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അതിനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നോക്കുക. ഓക്കെ. നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ് പോയിന്റ്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ നോക്കാനായിട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ട്രെയിനിങ് സിസ്റ്റം ആണ് ഹെഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്താ, ദ വൈൻ ഈസ് അലൗഡ് ടു ഗ്രോ അപ് ടു 4 feet ഹൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റേക്സ് ആൻഡ് ദെൻ കട്ട് ബാക്ക് ടു പ്രൊഡ്യൂസ് ഷൂട്ട്സ്. അതായത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് ഇതിനെ ഇങ്ങനെ നിർത്തിയതിനു ശേഷം അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റേക്സ് ദെൻ കട്ട് ബാക്ക് ടു പ്രൊഡ്യൂസ്. അപ്പം അതിനെ കട്ട് ചെയ്തിട്ട് ലാറ്ററൽ ഷൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ
നിർത്തുന്നതിനാണ് ഹെഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ വെറൈറ്റീസ് ലൈക്ക് ബ്യൂട്ടി സീഡ്ലെസ്. നമ്മൾ ബ്യൂട്ടി സീഡ്ലെസ്, പെർലെറ്റ്, ഡിലേറ്റ് ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള വെറൈറ്റീസിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഹെഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അത്തരത്തില് അങ്ങനെ ഇന്ന വെറൈറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രെയിനിങ് മെത്തേഡ് ഏതാണ്, അത്തരത്തിൽ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി അഡ്വാൻറ്റേജസ് പറയുമ്പോഴത്തേക്കും എന്താണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്? ക്ലോസർ സ്പേസിംഗ് മതി, കുറച്ച് സ്പേസിംഗ് മതി. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വൈൻസിന് നമുക്ക് ഒരു ഹെക്ടറിലേക്ക്, കൂടുതൽ ചെടി നമുക്ക് ഒരു ഹെക്ടറിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ഇതെല്ലാം ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ഷെയ്ഡിങ് ഓഫ് ലാറ്ററൽസ്. അപ്പൊ ഇതിന്റെ ലാറ്ററൽസ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ നമ്മൾ നിർത്തിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ലാറ്ററൽസ് ലാറ്ററൽ ഷൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ലാറ്ററൽസിന്റെ ഷെയ്ഡിങ് കാരണം ഇതിന്റെ കളർ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ ഈൽഡ് കുറയാനുള്ള ഒരു സാധ്യത ഹെഡ് സിസ്റ്റത്തിൽ ഉണ്ട്. അതായത് ക്ലോസർ സ്പേസ് ആണ് കൂടുതൽ പ്ലാന്റ്സിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാമെങ്കിലും ഇത് തമ്മിൽ ഒരു ഷെയ്ഡിങ് ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു പൂർ കളർ ഡെവലപ്മെന്റും ഈൽഡ് കുറയ്ക്കാനും ഒക്കെ കാരണമാവുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ട്രെയിനിങ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, ഹെഡ് സിസ്റ്റം. ഓക്കെ, അടുത്തതായിട്ട് ബോവർ ഓർ ആർബർ ഓർ പെർഗോള ഓർ പന്തൽ സിസ്റ്റം. ഇതെല്ലാം ഒരു പേര് തന്നെയാണ്, ഓരോ പേര് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപക്ഷെ ഇങ്ങനെ ചോദിക്കാൻ ബോവർ സിസ്റ്റം ഈസ് അതർവൈസ് നോൺ ആസ് എന്നിട്ട് കുറച്ച് ഓപ്ഷൻ വരാം. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ബോവർ അല്ലെങ്കിൽ ആർബർ അല്ലെങ്കിൽ പെർഗോള പന്തൽ സിസ്റ്റം. ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലുണ്ടായിരിക്കും. നമ്മളിപ്പോ ഒരുപക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന കൂട്ടത്തിൽ മുന്തിരി പാടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാനിടയായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ ഇത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റം ആണ് ഇൻ നോർത്ത് ആൻഡ് സദേൺ ഇന്ത്യ. വൈൻസ് ആർ സ്പ്രെഡ് ഓവർ എ ക്രിസ് ക്രോസ് നെറ്റ്വർക്ക് ഓഫ് വയർസ്. അതായത് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ പാവിലും പടവിലും ഒക്കെ പന്തലിട്ട് വളർത്തുന്ന പോലെ തന്നെ ഒരു ക്രിസ് ക്രോസ് നെറ്റ്വർക്ക് ഓഫ് വയർസിന്റെ മുകളിലേക്ക് നമ്മൾ ഈ വൈൻസിനെ സ്പ്രെഡ് ചെയ്യിക്കുന്നതാണ്. യൂഷ്വലി ഒരു ഇതിന്റെ മീറ്റർ കണക്കുകളിൽ നിന്ന് അത്ര കാര്യമായിട്ട് നോക്കണമെന്നില്ല, കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. യൂഷ്വലി ഒരു 2 മുതൽ 2.5 മീറ്റർ എബോവ് ദ ഗ്രൗണ്ട്, സപ്പോർട്ടഡ് ബൈ പില്ലേഴ്സ് ഓർ കോൺക്രീറ്റ്, അയൺ ഓർ സ്റ്റോൺ. ഒരു പില്ലേഴ്സ് വെച്ചിട്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പില്ലർ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തില് ഒരു പന്തൽ പോലെ ചെയ്യുന്നതിനാണ് പന്തൽ സിസ്റ്റം അല്ലെങ്കിൽ പെർഗോള, ആർബർ അല്ലെങ്കിൽ ബോവർ സിസ്റ്റം. അപ്പൊ നമ്മുടെ ട്രെയിനിങ് മെത്തേഡ്സിൽ ഈ ഒരു സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുറച്ച് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ട്രെയിനിങ് സിസ്റ്റമാണ് ബോവർ സിസ്റ്റം എന്ന് പറയുന്നത്. The vine is allowed to grow as a single stem up to പന്തൽ and pinched up to produce side shoots. അതായത് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ സിംഗിൾ ആയിട്ട് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നതിന് പല, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു ക്രിസ് ക്രോസ് നെറ്റ്വർക്ക് ആയിട്ട് നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടുന്നു. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വിറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ വിഗറസ് വെറൈറ്റീസ് ലൈക്ക് അനാബിഷാഹി. ഞാൻ നേരത്തെ പറഞ്ഞ അനാബിഷാഹി എന്നൊക്കെ കേൾക്കുമ്പോഴേ അനാബിഷാഹി എ വെറൈറ്റി ഓഫ് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്കും എന്ത് വരണം, ഗ്രേപ്സ് അല്ലെങ്കിൽ മുന്തിരി വരണം. അനാബിഷാഹിക്ക് വളരെ കോമൺ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്. അപ്പൊ അതിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ബോവർ സിസ്റ്റം എന്ന് പറയുന്നത്. ബെറ്റർ എക്സ്പോഷർ ടു സൺഷൈൻ, പ്രോപ്പർ കളർ. നേരത്തെ പ്രശ്നം ഹെഡ് സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങളുടെ പരിഹരിക്കപ്പെടുന്നു. അതായത് നമുക്കറിയാം ഇത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ സൂര്യപ്രകാശം ഒരുപോലെ ഏൽക്കാനും നല്ല രീതിയിൽ സൺഷൈൻ എക്സ്പോഷർ കിട്ടാനും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് കളർ ഡെവലപ്പ് ചെയ്യാനും ഈൽഡ് കൂട്ടാനും ഒക്കെ ഈ ബോവർ സിസ്റ്റത്തിന് പറ്റും. പക്ഷെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഇനിഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. കാരണം എന്താണ്, നമ്മൾ പന്തല് പിന്നെ അതിനുള്ള നെറ്റ് വയേഴ്സ്, അതിനുള്ള പില്ലേഴ്സ്, അങ്ങനെയൊക്കെ കുറച്ച് നമുക്കൊരു ഇനിഷ്യൽ കോസ്റ്റ് നമുക്ക് ഇവിടെ വേണ്ടി വരും. അത് നമുക്കൊരു സ്ലൈറ്റ് ആയിരുന്നു ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ദറ്റ് ഇസ് ബോവർ, ആർബർ ഓർ പെർഗോള ഓർ പന്തൽ സിസ്റ്റം. ഈ മറ്റു പേരുകൾ ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് വളരെ കോമൺ ആയിട്ടൊരു ട്രെയിനിങ് സിസ്റ്റം ആണ്. അടുത്തതായിട്ട് കോർഡൺ ഓർ എസ്പെലയർ സിസ്റ്റം. കോർഡൺ ഓർ എസ്പെലയർ സിസ്റ്റം എന്ന് വെച്ചാൽ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ, അതായത് പ്ലാന്റ്സ് ആർ ട്രെയിൻഡ് ടു ഗ്രോ ഫ്ലാറ്റ് ഓൺ ട്രെല്ലിസ് ഓർ ഓൺ ഹൊറിസോണ്ടൽ വയേഴ്സ് ബൈ ട്രെയിനിങ് ദ ബ്രാഞ്ചസ് പെർപെൻഡിക്കുലർ ടു ദ മെയിൻ. ഈ മെയിൻ സ്റ്റെമ്മിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത്തരത്തിൽ 2 വശങ്ങളിലേക്ക് നമ്മളിങ്ങനെ പടർത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് കോർഡൺ ഓർ എസ്പെലയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് തന്നെ ഒന്നൊരു മോഡിഫിക്കേഷൻ ആണ്. മോഡിഫിക്കേഷൻ നിപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്, ഒരു ഹൊറിസോണ്ടൽ എന്താ പറയാ സ്പ്രെഡിങ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ ചെയ്യുന്നത്, 2 ട്രെല്ലിസ് ഓഫ് വയർ ആർ സ്ട്രങ് സപ്പോർട്ടഡ് ബൈ വെർട്ടിക്കൽ പോസ്റ്റ്. ഇത്തരത്തിൽ 2 എണ്ണം വരികയാണ് ഇങ്ങനെ നിഫിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിലും ഈ നിഫിൻ സിസ്റ്റം, ചില ബുക്കുകളിലൊക്കെ നിഫിൻ സിസ്റ്റവും എസ്പെലയർ സിസ്റ്റം ഒരുപോലെ പറയാറുണ്ട്. കാരണം അതിന്റെ കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രാഞ്ചസിനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ പടർത്തി വിടുന്നതിനാണ് കോർഡൺ ഓർ എസ്പെലയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് 2 ഇതായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിഫിൻ സിസ്റ്റം ആണ്. അപ്പൊ ഒരുപോലെ ഒരുമിച്ച് 2 പേരും എവിടെയെങ്കിലും കാണുകയാണെങ്കിലും സംഭവം കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. ഓക്കെ, അടുത്തത് ടെലിഫോൺ സിസ്റ്റം ഓർ ഓവർ ഹെഡ് ട്രെല്ലിസ് ഓർ മോഡിഫൈഡ് നിഫിൻ സിസ്റ്റം. അപ്പൊ ഈ ഓവർ ഹെഡ് ട്രെല്ലിസ്, ടെലിഫോൺ സിസ്റ്റം, ഇതിന്റെയും പേരുകൾ ഓർത്തിരിക്കുക.
ഇവിടെ എന്താ ചെയ്യുന്നത്, വൈൻ ഈസ് അലൗഡ് ടു ഗ്രോ ടു എ ഹൈറ്റ് ഓഫ് 1.5 മീറ്റർ ആൻഡ് ദെൻ ട്രെയിൻഡ് ഓവർ ഹെഡ് ആസ് എ കനോപ്പി. ഒരു കനോപ്പിയിൽ ഒരു ഓവർ ഹെഡ് സംഭവിച്ചിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വിടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓവർ ഹെഡ് അല്ലെങ്കിൽ ടെലിഫോൺ സിസ്റ്റം എന്ന് പറയുന്നത്. Then trained overhead as a canopy of 3 to 4 wires fixed to cross angled and supported by pillars. അപ്പം ഇത്തരത്തിൽ ചെയ്യുന്നതിന് ടെലിഫോൺ സിസ്റ്റം അല്ലെങ്കിൽ ഓവർ ഹെഡ് ട്രെല്ലിസ്. ഈ മറ്റു പേരുകൾ ഓർത്തിരിക്കണം കേട്ടോ, ചിലയിടത്ത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ടെലിഫോൺ സിസ്റ്റം അത്തരത്തിലുള്ള. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നത് സ്യൂട്ടബിൾ ഫോർ മോഡറേറ്റ്ലി വിഗറസ് വെറൈറ്റീസ്, ദെൻ ബെറ്റർ എക്സ്പോഷർ ടു ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു കൈൻഡ് ഓഫ് ഒരു പന്തൽ സിസ്റ്റം പോലെ അല്ലെങ്കിലും എന്താ പറയാ ആ ഒരു രീതിയിലേക്ക് നല്ലതായിട്ട് എന്ത് ചെയ്യുന്നു, സൺലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് അധികം പണികൾ ചെയ്യാനുണ്ട്, പില്ലേഴ്സും അങ്ങനെ സപ്പോർട്ട് കൊടുക്കാനും വയറിന്. അപ്പൊ അത്തരത്തിലൊക്കെ എന്താണ് കുറച്ച് ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും. നമ്മുടെ ഏറ്റവും ആദ്യം പഠിച്ച ഹെഡ് സിസ്റ്റം എന്നൊക്കെ പറയാൻ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ നിർത്തുന്നു, അതിനുശേഷം നമ്മൾ സൈഡ് ഷൂട്ട്സ് അങ്ങനെ പോവാണ്. അപ്പൊ അത്രയും കോസ്റ്റ് അതിനകത്ത് വരുന്നില്ല. അപ്പം ഇതൊക്കെ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ഇനിഷ്യൽ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട നമ്മുടെ ട്രെയിനിങ് സിസ്റ്റംസ്. ഈ പേരുകൾ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഹെഡ് സിസ്റ്റം, ദെൻ ബോവർ ഓർ ആർബർ ഓർ പെർഗോള ഓർ പന്തൽ സിസ്റ്റം, അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. കോർഡൺ ഓർ എസ്കലേർ സിസ്റ്റം, then niffin system and telephone system or overhead trellis or modified niffin system. Okay, അപ്പം ട്രെയിനിങ് പാർട്ട് കംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് പ്രൂണിങ് മെത്തേഡ്സ്. ട്രെയിനിങ്ങും പ്രൂണിങ്ങും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൂണിങ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ പ്രൂണിങ് എന്ന് വെച്ചാൽ ജുഡീഷ്യസ് റിമൂവൽ ഓഫ് എനി പ്ലാൻ പാർട്ട്. നമുക്കറിയാം പ്രൂണിങ് എന്താണെന്ന് അറിയാം, നമ്മളൊരു പ്ലാൻ പാർട്സിന് ജുഡീഷ്യസ് ആയിട്ട് വേണ്ട രീതിയിൽ റിമൂവ് ചെയ്യുന്നതിനാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ് പോലെ തന്നെ ടു ഗീവ് പ്രോപ്പർ ഷേപ്പ്, ഒരു പ്രോപ്പർ ഷേപ്പ് നമ്മുടെ ചെടിക്ക് കൊടുക്കുക എന്നുള്ളത്. ദെൻ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫെസിലിറ്റേറ്റ് വേരിയസ് കൾച്ചറൽ ഓപ്പറേഷൻസ്. അപ്പൊ നമുക്കും വേരിയസ് സ്പ്രേയിങ് പോലുള്ള അങ്ങനെ പല കൾച്ചറൽ ഓപ്പറേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ചെടി ഒന്ന് റെഡിയാക്കി എടുക്കുക. അതായത് ഇങ്ങനെ ഭയങ്കര കാട് പോലെ വളർന്നു നിൽക്കുന്നതിന് നമ്മളൊന്ന് വെട്ടി ഒതുക്കുന്നതിനാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂട്ട് ഫ്രൂട്ട് ബിയറിംഗ് ബ്രാഞ്ചസ് ഓവർ ദ വൈൻ, ദെൻ റെഗുലേറ്റ് ക്രോപ്പ് മെയിൻറ്റെയിനിങ് ദി വിറ്റാലിറ്റി ഓഫ് വൈൻ ഫോർ കൺസിസ്റ്റന്റ് പ്രൊഡക്ടിവിറ്റി ബൈ റിമൂവിംഗ് ഓൾഡ് വുഡ് ആൻഡ് എക്സസ് വെജിറ്റേറ്റീവ് ഗ്രോത്ത്. നല്ല രീതിയിൽ ഈൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾഡ് ആയിട്ടുള്ള വുഡോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ അസുഖം വന്നിട്ടുള്ള അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കട്ട് ചെയ്തിട്ട് വേണ്ട ഭാഗങ്ങളെ മാത്രം നിർത്തുന്നതിനാണ് നമ്മൾ പ്രൂണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് പ്രൂണിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള പ്രൂണിംഗ് മെത്തേഡ്സ് നമ്മൾ ജനറൽ ഓർച്ചാർഡ് മാനേജ്മെന്റ് പഠിക്കും. ഹെഡിങ് ബാക്ക് എന്നും ഡിസ്ബഡിങ് എന്നും അങ്ങനെയൊക്കെ കുറച്ച് പിഞ്ചിങ് അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കും. പക്ഷെ നമ്മൾ വെൻ ഇറ്റ് കംസ് ടു ഗ്രേപ്സിന്റെ കാര്യം വരുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള പ്രൂണിംഗ് ആണ്, സ്പർ പ്രൂണിങ്ങും കെയിൻ പ്രൂണിങ്ങും. സ്പർ എന്താണ്, കെയിൻ എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് മുന്നേ ടെർമിനോളജീസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്പർ പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ കെയിൻസ് ആർ പ്രൂൺഡ് ടു ഷോർട്ട് ബിയറിംഗ് യൂണിറ്റ്സ്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൂൺ ചെയ്തിട്ട് നിർത്തുന്ന ഷോർട്ട് ബിയറിംഗ് ആയിട്ടുള്ള ആ ചെറിയ ഇതിനെയാണ് നമ്മൾ സ്പർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് അങ്ങനെ പ്രൂൺ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് നിർത്തുന്നതിനാണ് സ്പർ പ്രൂണിങ്. അപ്പം കെയിൻസിനെ പ്രൂൺ ചെയ്ത് സ്പറാക്കി നിർത്തുന്നത് സ്പർ പ്രൂണിങ്. അത് സ്യൂട്ടബിൾ ഫോർ വെറൈറ്റീസ് ലൈക്ക് പെർലെറ്റ്, ബ്യൂട്ടി സീഡ്ലെസ്, ഡിലൈറ്റ്, ബാംഗ്ലൂർ ബ്ലൂ, ബോക്രി, ഗോൾഡ് ആൻഡ് കാർഡിനൽ. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് വെറൈറ്റീസിനാണ് അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പർ പ്രൂണിങ്. ഓക്കെ, കെയിൻ പ്രൂണിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ബഡ്സ് റീറ്റെയിൻഡ് ആർ 6 to 10. ഒരു 6 മുതൽ 10 ബഡ് റീറ്റെയിൻ ചെയ്യുന്നു. റിപ്രൊഡക്റ്റീവ് ബഡ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ മിഡിൽ ഓർ എപ്പിക്കൽ. ആ കെയിനിന്റെ അത്രയും ബഡ്സിന് റീറ്റെയിൻ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളതിനെ കട്ട് ചെയ്ത് കളയുന്നതിനെയാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെ ജുഡീഷ്യസ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതിനാണ് കെയിൻ പ്രൂണിങ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള പ്രൂണിങ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കുക, സ്പർ പ്രൂണിങ്ങും കെയിൻ പ്രൂണിങ്ങും. പിന്നെ പ്രധാനമായിട്ടും കെയിൻ പ്രൂണിങ് പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് വെറൈറ്റീസ്. അപ്പൊ നമുക്ക് ഏറ്റവും നമ്മുടെ കോമൺ ആയിട്ടുള്ള നമുക്ക് ഈ ഗ്രേപ്സ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പേരുകളൊക്കെ ഓർമ്മ വരണം. ഈ തോംസൺ സീഡ്ലെസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് ഓർമ്മ വരണം. അപ്പം തോംസൺ സീഡ്ലെസ്സിന് നമ്മുടെ ഏറ്റവും കോമൺ ആണ് അബിഷാഹി, ദെൻ പൂസ സീഡ്ലെസ്, കിഷ്മിഷ് ചർണി, ദെൻ ഗുലാബി. ഇത്തരത്തിലുള്ള വെറൈറ്റീസിനൊക്കെ സ്യൂട്ടബിൾ ആണ് കെയിൻ പ്രൂണിങ്. അപ്പൊ രണ്ട് തരത്തിലുള്ള പ്രൂണിങ് ആണ്, ഒന്ന് സ്പർ പ്രൂണിങ്, രണ്ടാമത്തത് കെയിൻ പ്രൂണിങ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൂണിങ് മെത്തേഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്, പ്രൂണിങ്. ട്രെയിനിങ്ങും പ്രൂണിങ്ങും. ട്രെയിനിങ് നമ്മൾ ഒരിക്കൽ കൂടി ആ പേരുകളൊന്ന് ഓർത്തിരിക്കുക. ഹെഡ് സിസ്റ്റം, ബവർ സിസ്റ്റം, ദെൻ കോർഡൺ, ദെൻ നിഫിൻ ആൻഡ് ടെലിഫോൺ സിസ്റ്റം ഓർ ഓവർ ഹെഡ് ട്രെഡ്ലി സിസ്റ്റം. പ്രൂണിങ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്പർ പ്രൂണിങ്, കെയിൻ പ്രൂണിങ്. ഏതൊക്കെ വെറൈറ്റീസിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ജസ്റ്റ് ഒക്കെ ഒന്ന് ഓർത്തിരുന്ന നല്ലതാണ്. പക്ഷെ എല്ലാം കൂടെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആ ടൈപ്സ് ഓഫ് പ്രൂണിങ്ങിന് അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് ഓർത്തിരിക്കും. ഓക്കെ,
ദെൻ നമുക്ക് നമ്മുടെ സിലബസിലും ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഫ്രൂട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ. അപ്പൊ നമുക്കറിയാം മുന്തിരിയിലൊക്കെ വെച്ചാൽ ഇങ്ങനെ വലിയ നല്ല ഹെക്ടേഴ്സിൽ ആയിരിക്കും ഇതിന്റെ ഒരു കൃഷിയൊക്കെ വരുന്നത്. അപ്പൊ നല്ല രീതിയിലുള്ള ഫ്രൂട്ട് ഈൽഡിന് വേണ്ടിയിട്ട് കുറെ ടെക്നിക്സ് അല്ലെങ്കിൽ കുറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് ടെക്നിക് ടു ഇംപ്രൂവ് ഫ്രൂട്ട് ക്വാളിറ്റി. ഗുഡ് ക്വാളിറ്റി മീൻസ് മീഡിയം സൈസ്ഡ് ക്ലസ്റ്റർ ഓഫ് യൂണിഫോംലി ലാർജ് സീഡ്ലെസ് ബെറീസ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് കളർ, ഫ്ലേവർ ആൻഡ് ടെക്സ്ചർ. അപ്പൊ യൂഷ്വലി സീഡ്ലെസ് വെറൈറ്റീസ് ആയിരിക്കും ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും യൂണിഫോം ആയിട്ടുള്ള സൈസോട് കൂടിയ നല്ല കളർ, അപ്പൊ ഒരു മീഡിയം സൈസ്ഡ് ക്ലസ്റ്റർ, ഇത്തരത്തിലൊക്കെയാണ് ഒരു ഐഡിയൽ ഒരു മുന്തിരിക്കൊല അല്ലെങ്കിൽ ബഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രൂട്ട്സ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്രൂട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെക്നിക്സ് ആണ്. ഒന്നാമത്തത് ക്രോപ്പ് റെഗുലേഷൻ. ക്രോപ്പ് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൂണിംഗ് മെത്തേഡ്സ്, പ്രൂണിംഗ് ആൻഡ് ക്ലസ്റ്റർ ഓർ ബെറി തിന്നിങ്, കറക്റ്റ് സമയങ്ങളിൽ വേണ്ടതായിട്ടുള്ള പ്രൂണിംഗ് മെത്തേഡ്സ് കൊടുക്കുക. ദെൻ ബെറി തിന്നിങ് എന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് നമ്മളിങ്ങനെ കുറെ കുലകളും നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടാത്ത കുറച്ച് തുടക്ക സമയത്ത് ആ ബഡിങ് ചെയ്തിട്ട് വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ കുലകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അസുഖം ബാധിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ അൺപ്രൊഡക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ബെറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യാം. അബൌട്ട് 30% ക്ലസ്റ്റേഴ്സ് ആർ റിമൂവ്. അത്തരത്തിൽ റിമൂവ് ചെയ്ത് മാറ്റാം. അത്തരത്തിലും റിമൂവ് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും നല്ലതായിട്ട് വളരുന്നത് നല്ല രീതിയിൽ വളരും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് എനർജിയിൽ മോശമായിട്ട് നിൽക്കുന്നതിനോട് ഉപയോഗപ്പെടുത്തും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിലേ കുറച്ച് കുറ്റിയായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത്ര പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാത്ത അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതിലേക്ക് ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റുന്നു. അടുത്തതായിട്ട് രണ്ടാമത്തെ ഒരു ടെക്നിക്കാണ് ഗിർഡിലിംഗ്. ഗിർഡിലിംഗ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് റിംഗ് ഓഫ് ബാർക്ക് ഫ്രം എനി പാർട്ട് ഓഫ് വൈൻ. ആ വൈനിൽ ഒരു ചെറിയ റിംഗ് ഓഫ് ബാർക്കിനെ റിമൂവ് ചെയ്ത് മാറ്റും. ഇത്തരത്തിൽ റിമൂവ് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ ഫ്രൂട്ട് ചെയ്യാനൊക്കെ ഇംപ്രൂവ് ചെയ്യും. ഗിർഡിലിംഗ് ക്യാൻ ബി ഡൺ 1 week ബിഫോർ ബ്ലൂമിംഗ് ടു ഇംപ്രൂവ് ബെറി സെറ്റ്. ഇപ്പം പറഞ്ഞു തരുന്നതിനാണ് ബ്ലൂമിംഗ്, അതായത് ഫ്ലവേഴ്സ് പൂക്കുന്നതിന് ഒരാഴ്ചക്ക് മുന്നേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സ്ട്രെസ് കൊടുക്കുകയാണ് പ്ലാന്റിന്. അപ്പൊ ആ പ്ലാന്റിന് ആ സ്ട്രെസ് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയും നല്ല രീതിയിൽ ഫ്രൂട്ടിങ്ങും ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ബെറി സെറ്റും നല്ല രീതിയിൽ ബെറീസ്, അതായത് നമ്മുടെ മുന്തിരിങ്ങ സെറ്റ് ആവാനായിട്ട്, ഫ്രൂട്ട് സെറ്റ് ആവാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ടെക്നിക്കാണ് ഗിർഡിലിംഗ്. അടുത്തത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ആഫ്റ്റർ ബെറി സെറ്റ് ടു ഇൻക്രീസ് ബെറി സൈസ്, അതായത് ബെറി സെറ്റ് ചെയ്തു, അതായത് ഫ്രൂട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഗിർഡിലിംഗ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ സെറ്റായ ബെറീസ് നല്ല രീതിയിൽ വലിപ്പം വെക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്തെന്ന് പറയുന്നത് അറ്റ് ദ ബിഗിനിങ് ഓഫ് കളർ ചേഞ്ച് ഓർ സോഫ്റ്റനിങ്, കളർ ചേഞ്ചിന്റെ സമയത്ത് ചെയ്യാം. ടു അഡ്വാൻസ് റൈപ്പനിങ്, യൂണിഫോം കളറേഷൻ ആൻഡ് ഈറ്റിംഗ് ക്വാളിറ്റി. ഈ രണ്ടാമത് പറയുന്ന ഈ സെക്കൻഡിനകത്തുള്ളതാണ് നമ്മൾ ഈ 1, 2, 3 കേട്ടോ. അതായത് ഗിർഡിലിംഗ് ചെയ്യുന്ന സമയം, ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ സ്റ്റേജസിൽ നമുക്ക് ഗിർഡിലിംഗ് ചെയ്യാം എന്നുള്ളതാണ് ഈ പറയുന്നത് കേട്ടോ. ഈ 1, 2 and 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്രോപ്പ് റെഗുലേഷൻ കഴിഞ്ഞു, ഗിർഡിലിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. നമുക്കറിയാം പലയിടത്തും നമുക്ക് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ ഫ്രൂട്ട് ഫ്രൂട്ട് ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് സിലബസിൽ ഗ്രോത്ത് റെഗുലേറ്റർ ആപ്ലിക്കേഷൻ ഇങ്ങനെ എടുത്ത് പറയുന്നത് കൊണ്ട് ഞാനത് ആക്കിയതേ ഉള്ളൂ. അപ്പം നമുക്ക് 4CP, അതായത് ക്ലോറോ ഫിനോക്സി അസറ്റിക് ആസിഡ് എന്ന് പറയും. അപ്പൊ ആ കെമിക്കൽ നമുക്ക് ഒരു 50 മുതൽ 100 ppm ഇൻക്രീസ്ഡ് ബെറീസിറ്റും. അപ്പൊ അത്യാവശ്യം കോമൺ ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതായത് നമ്മുടെ എത്രയില് ഈ ഗിബർലിക് ആസിഡ്, CP, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നു കേട്ടോ. അപ്പൊ 4CP എന്ന് പറയുന്ന ഡോസേജ് അങ്ങനെ ചോദിക്കുമോ എന്നുള്ളത്, നമുക്ക് ഡോസേജ് ജനറലി ഒരു 100 ppm ആ ഒരു റേഞ്ചിലൊക്കെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഡോസേജ് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ പേര് അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കുക. 4CPM at 50 to 100 ppm ഇൻക്രീസ്ഡ് ബെറീസ്. ദെൻ GA, അതായത് ഗിബർലിക് ആസിഡ് at 20 to 50 ppm ഇൻക്രീസ്ഡ് ബെറി സൈസ് കൂട്ടാൻ വേണ്ടി. അപ്പം നമുക്ക് ഒരു തെറ്റിദ്ധാരണയല്ല, ഒരു പരിചയം. അതായത് നല്ല രീതിയിൽ നമ്മൾ മുന്തിരിയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും മരുന്നുകൾ അടിക്കുക എന്ന് പറയും. മരുന്നുകൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഗ്രോത്ത് റെഗുലേറ്റേഴ്സും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഫാമേഴ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹെക്ടേഴ്സ് കണക്കിനായിരിക്കും നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പം ആ കൃഷി ചെയ്യുന്ന സമയത്തും നമുക്കിപ്പം എല്ലാം സൈസ് കുറഞ്ഞ ചെറിയ മുന്തിരിക്കൊലകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിന് വാല്യൂ കിട്ടില്ല. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള കുലകളുടെ എണ്ണം കൂട്ടാനും ഇനി ഉണ്ടായ കുലകളിലെ ഫ്രൂട്ട്സിന്റെ അല്ലെങ്കിൽ ഓരോ മുന്തിരിയുടെയും വലിപ്പം വെക്കാനും ഒക്കെ നമുക്ക് പലതരത്തിലുള്ള ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അപ്ലൈ ചെയ്യാം. അതാണ് ഈ പറയുന്ന കാര്യം. ഒന്നാമത് ബെറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫ്ലവർ ചെയ്ത് നല്ല രീതിയിൽ എല്ലാ ഫ്ലവേഴ്സും
ഫ്രൂട്ടായി ബെറീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4 CPA കൊടുക്കാം. അതുപോലെ തന്നെ ബെറി സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിബർലിക് ആസിഡ് കൊടുക്കാം. ദെൻ എത്ര എത്തപ്പോൾ നമ്മുടെ എഥിലീൻ എന്ന് പറയുന്നത് at 250 ppm applied 2 months after fruit set resulted in early ripening and improved color and uniform ripening in Bangalore blue, muscat and pusa seedless. 3 വെറൈറ്റീസ് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ജനറൽ ആയിട്ട് നമുക്കറിയാം എത്ര എത്തിലീൻ എന്ന് പറയുന്നത് നമുക്ക് റൈപ്പനിങ് ഹോർമോൺ ആണ്. അത് പഴുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. അതെല്ലാവർക്കും അറിയായിരിക്കും. അതൊരു ഗേഷ്യസ് ഹോർമോൺ ആണ്. അപ്പൊ എത്ര അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് സെറ്റ് ആയിട്ട് ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് പഴുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എത്ര 400 to 500 ppm ഈസ് അപ്ലൈഡ് 1 week ബിഫോർ ഹാർവെസ്റ്റ് ഫോർ മെക്കാനിക്കൽ ഹാർവെസ്റ്റ്. അതായത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് ഒരാഴ്ചക്ക് മുന്നേ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അബ്സിഷൻ ലെയർ ഫോർമേഷൻ, അബ്സിഷൻ എന്ന് വെച്ചാൽ എന്താ, പൊഴിഞ്ഞു വീഴും. അപ്പം ഇതിന്റെ അബ്സിഷൻ ലെയർ ഫോർമേഷൻ ഡെവലപ്പ് ചെയ്യും. നമ്മൾ മെക്കാനിക്കൽ ഹാർവെസ്റ്റിനൊക്കെ സമയത്ത് പെട്ടെന്ന് നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എങ്ങനെ ഇളകി വരുന്നില്ല, പെട്ടെന്ന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ അത് ഹാർവെസ്റ്റിന് ഒരാഴ്ചക്ക് മുന്നേ ഒക്കെ കൊടുക്കാറുണ്ട്. ദെൻ ബോറിക് ആസിഡ് at 0.2 to 0.3% ഇൻക്രീസ് TSS TSS എന്ന് വെച്ചാൽ ടോട്ടൽ സൊല്യൂബിൾ സോളിഡ്സ്. അപ്പൊ അത് ജനറൽ ആയിട്ട് ഷുഗർ കണ്ടന്റ് ഒക്കെ, നല്ല മധുരമുള്ള ബെറീസ്. ഒരു പ്രധാന പ്രശ്നമാണല്ലോ നമുക്ക് മുന്തിരി പുളിക്കുക എന്ന് പറയുന്നത്. അപ്പൊ മുന്തിരിയുടെ പുളി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബോറിക് ആസിഡ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് എന്ത് കൂട്ടും, സ്വീറ്റ്നെസ് കൂട്ടും. Then K2 for potassium sulfate at the rate of 200 gram per wine applied during the first week of April. North Indian ചെയ്യുന്ന ബെറീസ് ഇട്ട് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ദെൻ ഫോർ ബഡ് ബ്രേക്ക് വേണ്ടി ഡോർ ബ്രേക്ക് എന്ന് പറയുന്ന കെമിക്കലിന്റെ പേരാണ്. ഡോർ ബ്രേക്ക് എന്ന് പറയുന്നത് ഹൈഡ്രജൻ സയനമൈഡ് ആണ്. അപ്പൊ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ തയോ യൂറിയ സ്പ്രേ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് എത്രയുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യണം. എത്ര നമ്മൾ ഫ്രൂട്ട് സെറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കുന്നു, നേരത്തെ പഴുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹാർവെസ്റ്റ് വിളവെടുക്കുന്നതിന് ഒരാഴ്ചക്ക് മുന്നേ, ഏകദേശം 1-2 ആഴ്ചക്ക് മുന്നേ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മെക്കാനിക്കൽ ഹാർവെസ്റ്റ് ഒക്കെ പെട്ടെന്ന് നമുക്കിത് ഫ്രൂട്ട് പറിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ബെറി സൈസ് കൂട്ടുന്നത് ആദ്യത്തെ 4 പോയിന്റ്സും നല്ല രീതിയിൽ വായിക്കുക. പിന്നെ TSSന്റെതും ജസ്റ്റ് നിറഞ്ഞിരിക്കുക. ബോറിക് ആസിഡ് വേണേൽ കൊടുക്കാം. ആദ്യത്തെ 4 പോയിന്റ് നല്ല രീതിയിൽ എത്രയുടെയും ഗിബർലിക് ആസിഡ് CP ഇതൊക്കെ കോമൺ ആയിട്ട് ചെയ്യുന്ന പ്രാക്ടിക്കൽ ലെവലിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസിൽ ഈ ഗ്രോത്ത് റെഗുലേറ്റർ ആപ്ലിക്കേഷൻ എടുത്ത് പറയുന്നത് കൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ നോക്കിക്കോ കേട്ടോ. ഇനി അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിസിയോളജിക്കൽ ഡിസോർഡർ എന്ന് വെച്ചാൽ ഒന്നുകിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഡെഫിഷ്യൻസി, ഒരു ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസി കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ, എന്തെങ്കിലും അബയോട്ടിക് സ്ട്രെസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഡിസോർഡേഴ്സിനാണ് നമ്മൾ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. സോറി. ഒന്നാമത്തേത് ഷോർട്ട് ബെറി എന്ന് ആ പേരിൽ തന്നെയുണ്ട്. ഷോർട്ട് ബെറി പ്രസൻസ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് ആൻഡ് അൺഡിസൈറബിൾ ബെറീസ് ഡ്യൂ ടു എക്സസീവ് ബഞ്ചസ്. അപ്പം ഈ പറയുന്നതിന്റെ പേരുകൾ, ഇപ്പം ഈ പറയുന്ന ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ പേരുകൾ അറിഞ്ഞിരിക്കുക. ഷോർട്ട് ബെറി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മൾ കണ്ണിമാങ്ങയൊക്കെ നിൽക്കുന്നില്ല, ഇങ്ങനെ ചെറിയ ഇതിന്റെ ആയിരിക്കും മുന്തിരിങ്ങയായിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് എക്സസീവ് ആയിട്ട് ബഞ്ചസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലയിടത്ത് ഒത്തിരി മുന്തിരി കൊലവറുണ്ടാവും. അപ്പൊ ഒത്തിരി കൊലവറുണ്ടാകുമ്പോഴത്തേക്കും ഓരോന്നും നല്ല രീതിയിൽ വരില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൂണിങ്, കറക്റ്റ് സമയത്ത് അത് വേണ്ട രീതിയിൽ പ്രൂൺ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡിപ്പിംഗ് ദ ബഞ്ചസ് അറ്റ് ബെറി സെറ്റ് സ്റ്റേജ് ഇൻ എത്തഫോൺ. അപ്പം ബെറി സെറ്റ് സ്റ്റേജിന്റെ സമയത്ത് ഇതും നമ്മുടെ നേരത്തെ പറയുന്ന ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ ആപ്ലിക്കേഷനിൽ വരുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ഈ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് മാറ്റാനായിട്ട് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. അപ്പം ഷോർട്ട് ബെറി ഓർത്തിരിക്കുക. പേര് പോലെ തന്നെ പ്രസൻസ് ഓഫ് അണ്ടർ ഡെവലപ്ഡ്, നല്ല രീതിയിൽ പാകമാകാത്ത കണ്ണിമാങ്ങ പോലെ നിൽക്കുന്ന കുഞ്ഞു മുന്തിരികൾ വരുന്നതാണ് ഷോർട്ട് ബെറി. ദെൻ വാട്ടർ ബെറി എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഷുഗേഴ്സ്, ഫ്ലേവർ ആൻഡ് കീപ്പിംഗ് ക്വാളിറ്റി. അപ്പം ഇത്തരത്തിൽ ഇങ്ങനെ വാട്ടർ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ നിൽക്കുന്നതിനാണ് നമ്മൾ വാട്ടർ ബെറി എന്ന് പറയുന്നത്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് സ്റ്റെം നെക്രോസിസ് റിസൾട്ടിങ് ഇൻ ഇന്ററപ്റ്റഡ് ഫ്ലോ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് മിനറൽസ് ഇൻ ബെറി. ഇതിന്റെ തണ്ടുകൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നെക്രോസിസ്, അപ്പൊ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രോപ്പർ ആയിട്ട് മണ്ണിൽ നിന്ന് ഇതിന് കാർബോഹൈഡ്രേറ്റ്സും മിനറൽസും ഒന്നും വലിച്ചെടുത്ത് നമ്മുടെ ബെറീസിലേക്ക് എത്തത്തില്ല. അങ്ങനെ എത്താതിരിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു, ഒരു ന്യൂട്രീഷണൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നു.
അപ്പം തണ്ടിനൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേരിൽ നിന്ന് വലിച്ചെടുത്ത് ന്യൂട്രിയൻസ് ഇതിന് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ന്യൂട്രീഷണൽ ഇംബാലൻസിനെയാണ് നമ്മൾ വാട്ടർ ബെറി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ വാട്ടർ ബെറി ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള പൊട്ടാസ്യം സൾഫേറ്റോ അല്ലെങ്കിൽ കാൽസ്യം സൾഫേറ്റിന്റെ ഒക്കെ സൊല്യൂഷനിൽ നമുക്ക് ഇതിനെ ഡിപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അതാണ് രണ്ടാമത്തേത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പല എക്സാമുകൾക്ക് അവിടെ ഇവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹെൻ ആൻഡ് ചിക്കൻ ഡിസോർഡർ. ഹെൻ ആൻഡ് ചിക്കൻ ഡിസോർഡർ ഈസ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ബോറോൺ ഡെഫിഷ്യൻസി. ബോറോണിന്റെ അഭാവം കൊണ്ട്, നമ്മൾ നേരത്തെ ഷോർട്ട് ബെറി പറഞ്ഞ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടതാണ്. അണ്ടർ ഡെവലപ്ഡ് ബെറീസ് ഇൻ ദന്റിസ്, കുറച്ചും കൂടെ ബോറോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ് ഹെൻ ആൻഡ് ചിക്കൻ ഡിസോർഡർ. 0.2% ബോറിക് ആസിഡ് ആണ് നമ്മളിതിൽ. ബോറോണിന്റെ ഡെഫിഷ്യൻസി ആണ്. അപ്പം ബോറോണിന്റെ അഭാവം കൊണ്ടുണ്ടാകുമ്പോൾ ബോറോൺ അങ്ങോട്ട് കൊടുക്കുന്നു, നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഹെൻ ആൻഡ് ചിക്കൻ ഡിസോർഡർ, ഒരുപക്ഷെ ഇങ്ങനെ ചോദിക്കാം, ഹെൻ ആൻഡ് ചിക്കൻ ഡിസോർഡർ ഇസ് എ ഫിസിയോളജിക്കൽ ഡിസോർഡർ വിച്ച് ക്രോപ്പ്, ഏത് ക്രോപ്പിലാണ്, ഏത് ക്രോപ്പാണ്, ഗ്രേപ്സ് ആണ്. അല്ലെങ്കിൽ ചോദിക്കാം ഏത് എലമെന്റിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്, അപ്പം ബോറോൺ ഡെഫിഷ്യൻസി ഉണ്ട്. പിന്നെ നേരെ തിരിച്ച് ചോദിക്കാം, ഗ്രേപ്സിൽ ബോറോൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഫിസിയോളജിക്കൽ ഡിസോർഡർ ഏതാണ്, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഹെൻ ആൻഡ് ചിക്കൻ ഡിസോർഡർ. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മൾ കുറച്ച് സീഡ്ലെസ് വെറൈറ്റീസ്. നമുക്ക് മുന്തിരിയിൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഏത് മുന്തിരി കഴിക്കാനായിരിക്കും, കുരു ഇല്ലാത്ത മുന്തിരി കഴിക്കാനായിരിക്കും പേഴ്സണലി ഇഷ്ടം. അപ്പം സീഡ്ലെസ്നെസ് ഇൻ ഗ്രേപ്പ് ഈസ് ഡ്യൂ ടു, അപ്പൊ നമുക്കറിയാം പാർത്തനോകാർപ്പി ഓൾറെഡി നമ്മൾ പഠിച്ചു. ഡെവലപ്മെന്റ് ഓഫ് എന്തായിരുന്നു പാർത്തനോകാർപ്പി? ആദ്യം പറഞ്ഞ ആരെങ്കിലും പറഞ്ഞേ പോയോ? Development of fruit without fertilization. ഡെവലപ്മെന്റ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് പാർത്തനോകാർപ്പി. പാർത്തനോകാർപ്പി 3 തരത്തിലുണ്ട്. വെജിറ്റേറ്റീവ് പാർത്തനോകാർപ്പി ഉണ്ട്, സ്റ്റിമുലേറ്ററി ഉണ്ട്, സ്റ്റെനോസ്പെർമോകാർപ്പി ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്റ്റിമുലേറ്ററി പാർത്തനോകാർപ്പിയും സ്റ്റെനോസ്പെർമോകാർപ്പിയും ഇത് രണ്ടുമാണ് നമുക്ക് ഗ്രേവ്സിന്റെ കേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്നാമത്തേത് സ്റ്റിമുലേറ്ററി പാർത്തനോകാർപ്പി. സ്റ്റിമുലേറ്ററി പാർത്തനോകാർപ്പി എന്ന് വെച്ചാൽ സ്റ്റിമുലസ് ഓഫ് പോളിനേഷൻ ബ്രിങ്സ് എബൌട്ട് ഫ്രൂട്ട്സ്. അതായത് ഇവിടെ ഒരു പോളിനേഷന്റെ സ്റ്റിമുലസ് ഉണ്ടാവും. എന്ത് പറ്റുന്നു? പോളിനേഷന്റെ ഒരു സ്റ്റിമുലസ് ഉണ്ടായിരിക്കും, പക്ഷെ പ്രോപ്പർ ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. സീഡ് ഫോർമേഷൻ ഡസ് നോട്ട് ഒക്കർ ഡ്യൂ ടു ഡിഫക്റ്റീവ് എംബ്രിയോസ് ആയിട്ട്. അപ്പൊ എന്ത് പറ്റുന്നു? ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അതാണ് എന്തെന്ന് പറയുന്നത്, സീഡ് ഫോർമേഷൻ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഒരു സ്റ്റിമുലസ് ഉണ്ട്, പോളിനേഷൻ ഒരു സ്റ്റിമുലസ് കിട്ടുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട് ആണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാവുന്ന പാർത്തനോകാർപ്പിയാണ് സ്റ്റിമുലേറ്ററി പാർത്തനോകാർപ്പി. സ്റ്റിമുലേറ്ററി എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസ് ഓഫ് പോളിനേഷൻ ഇസ് ദയർ. ഇതിന് എക്സാമ്പിൾ ബ്ലാക്ക് കോറന്റ്. ഈ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. അതായത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അതായത് ബ്ലാക്ക് കോറന്റ് വെറൈറ്റി ഓഫ് ഗ്രേപ്പ് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു വിച്ച് ടൈപ്പ് ഓഫ് പാർത്തനോകാർപ്പി, ഏത് പാർത്തനോകാർപ്പി ആണെന്നുള്ളത്. അപ്പം സ്റ്റിമുലേറ്ററി പാർത്തനോകാർപ്പി. ഇതിനടുത്തത് സ്റ്റെനോസ്പെർമോകാർപ്പി. സ്റ്റെനോസ്പെർമോകാർപ്പി എന്ന് പറയുമ്പോൾ പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് നോർമലി ബട്ട് എംബ്രിയോ അബൌട്ട്സ് ആൻഡ് നോ സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അതായത് ഇവിടെ രണ്ടും നടക്കും, പോളിനേഷൻ നടക്കും, അത് കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, പക്ഷേ എന്ത് പറ്റുന്നു? എംബ്രിയോ അബോർഷൻ സംഭവിക്കുന്നു. അപ്പം നോ സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അതിനെയാണ് സ്റ്റെനോസ്പെർമോകാർപ്പി എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ തോംസൺ സീഡ്ലെസ്, ഡിലൈറ്റ്, ബ്യൂട്ടി സീഡ്ലെസ്, പൂസ സീഡ്ലെസ് ഇതെല്ലാം തന്നെ നമ്മുടെ സ്റ്റെനോസ്പെർമോകാർപ്പിയിൽ വരുന്നു. അപ്പൊ സ്റ്റിമുലേറ്ററി പാർത്തനോകാർപ്പി as well as സ്റ്റെനോസ്പെർമോകാർപ്പി. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള രണ്ട് പാർത്തനോകാർപ്പിയാണ് ഗ്രേപ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. രണ്ടും ഓർത്തിരിക്കുക. അപ്പം സീഡ്ലെസ്നെസ് ഇൻ ഗ്രേപ്പ് ഈസ് ഡ്യൂ ടു എന്താണ്? സ്റ്റിമുലേറ്ററി പാർത്തനോകാർപ്പി as well as സ്റ്റെനോസ്പെർമോകാർപ്പി. ഇത് കൂടാതെ ഒരു പാർത്തനോകാർപ്പി കൂടി ഉണ്ട്, വെജിറ്റേറ്റീവ് പാർത്തനോകാർപ്പി. ഈ വെജിറ്റേറ്റീവ് പാർത്തനോകാർപ്പി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് ഗ്രൂപ്പ് പറഞ്ഞേ നോക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജിറ്റേറ്റീവ് പാർത്തനോകാർപ്പി ഉള്ള, മറന്നുപോയ എല്ലാവരും? നമ്മള് കഴിഞ്ഞ ക്ലാസ് Banana. ബനാന റൈറ്റ് ആൻസർ. ബനാനയിൽ വെജിറ്റേറ്റീവ് പാർത്തനോകാർപ്പിയാണ്. ഓക്കെ, ദെൻ നമുക്ക് ഇനി കുറച്ച് എക്സ്ട്രാ ക്രോപ്സ് ഇൻ ദ സെൻസ് നമുക്ക് സിലബസിൽ മാംഗോ, ബനാന, പൈനാപ്പിൾ, സിട്രസ്, ഗ്രേപ്സ് ഇങ്ങനെ കുറച്ച് ക്രോപ്സ് ആണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം താഴെ ഒരു ചെറിയ പാരഗ്രാഫിലായിട്ട് പുതിയ സിലബസ് എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, മൈനർ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സിന്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് കോമൺ ആയിട്ട് നമ്മുടെ കേരള കണ്ടീഷനിലും അതുപോലെ തന്നെ മൊത്തത്തിൽ ഫ്രൂട്ട് ക്രോപ്സ് എടുക്കുമ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്രോപ്സ് പഠിക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊറേഷ്യസ് ഫ്രൂട്ട്സിനെ പറ്റി. മൊറേഷ്യസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫാമിലി ഏതാണ്? ഫാമിലി ഓഫ് മൊറേഷ്യസ് ഫ്രൂട്ട്സ് Moraceae.
ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട മൊറേഷ്യസ് ഫ്രൂട്ട്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ജാക്ക് ഫ്രൂട്ട്, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഒഫീഷ്യൽ ഫ്രൂട്ട് ഓഫ് സ്റ്റേറ്റ്, ദറ്റ് ഇസ് ജാക്ക് ഫ്രൂട്ട്. അർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. നമുക്ക് ഈ ക്രോപ്സിന്റെ ഒക്കെ സയന്റിഫിക് നെയിം, ഇനി അങ്ങോട്ടുള്ള ഈ മൈനർ ഫ്രൂട്ട് ക്രോപ്സിന്റെ ഒക്കെ അത്യാവശ്യം എല്ലാവരും സയന്റിഫിക് നെയിംസ് ഒന്ന് പഠിച്ചിരിക്കുക. പിന്നെ ചില ക്രോപ്സിനെ പ്രൊപ്പഗേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഫ്രൂട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. ജാക്ക് ഫ്രൂട്ട്, ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് നമ്മുടെ ഒഫീഷ്യൽ ഫ്രൂട്ട് കൂടി ആയതുകൊണ്ട് അതെന്തായാലും പഠിച്ചിരിക്കുക. ദെൻ ബ്രെഡ് ഫ്രൂട്ട്, ആർട്ടോകാർപ്പസ് ഓൾട്ടിലിസ്, ആർട്ടോകാർപ്പസ് ഓൾട്ടിലിസ്. ദെൻ ആഞ്ഞിലി, നമ്മുടെ ആഞ്ഞിലി ചക്ക, ആർട്ടോകാർപ്പസ് ഹിർസ്യൂട്ട. ഫിഗ്, ഫൈക്കസ് കരീക്ക. ഫിഗിന്റെ ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ഏതായിരുന്നു? മറന്നുപോയോ? ഫിഗിന്റെ ടൈപ്പ് ഓഫ് ഫ്രൂട്ട് Syngonium. ചിങ്കോണിയം. ഓക്കെ. ദെൻ മൾബറി, മോറസ്, സോറി, മൾബറി, മോറസ് ആൽബ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത് മൊറേഷ്യസ് ഫ്രൂട്ട്സ്. കുറച്ച് വെള്ളം കുടിച്ചോട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട മൊറേഷ്യസ് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ട്, ബ്രെഡ് ഫ്രൂട്ട്, ആഞ്ഞിലി, ഫിഗ്, അതുപോലെ തന്നെ മൾബറി. ഓക്കെ, ഇത്രയാണ് മൊറേസിയ ഫാമിലിയിൽ വരുന്ന പ്രധാനപ്പെട്ട മൊറേഷ്യസ് ഫ്രൂട്ട്സ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, പേർസിയ അമേരിക്കാന ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ്. എന്തിന്റെ സയന്റിഫിക് നെയിം ആണ് പേർസിയ അമേരിക്കാന? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞോ. ഡ്യൂറിയൻ ആണോ, ലിച്ചി ആണോ, ഗ്രേപ്സ് ആണോ, അവോക്കാഡോ ആണോ? ഗ്രേപ്സ് അല്ലാന്ന് ഏകദേശം നമ്മളിപ്പോ ഗ്രേപ്സ് പഠിച്ചു കഴിഞ്ഞു. ഗ്രേപ്സിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയല്ലേ ഗ്രേപ്സിന്റെ സയന്റിഫിക്? Vinifera. വിറ്റിസ് ഫെനിഫെറ, ഫാമിലി വിറ്റേസി. അപ്പം അതല്ലാന്നറിയാം. ഇനി ഡ്യൂറിയൻ ആണോ, ലിച്ചി ആണോ, അവോക്കാഡോ ആണോ പേർസിയ അമേരിക്കാന എന്ന് പറയുന്നത്? Avocado. അവോക്കാഡോ എന്ന് പറയുന്നുണ്ട്. യെസ്, റൈറ്റ് ആൻസർ അവോക്കാഡോ. അവോക്കാഡോ അല്ലെങ്കിൽ നമ്മൾ ബട്ടർ ഫ്രൂട്ട്, മലയാളത്തിൽ വെണ്ണപ്പഴം എന്നൊക്കെ പറയും. അവോക്കാഡോ എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ട് അറിയാവുന്ന ഒരു ക്രോപ്പ് തന്നെയാണ് പേർസിയ അമേരിക്കാന. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന്. പേർസിയ അമേരിക്കാന എന്നുള്ള സയന്റിഫിക് നെയിം. ലോറേസിയ ഫാമിലി ആണ്. അതിന്റെ കൾട്ടിവേഴ്സും പ്രധാനമായിട്ടും 3 ഡിസ്റ്റിങ് റേച്ചസ് ആണുള്ളത്. വെസ്റ്റ് ഇന്ത്യൻ ടൈപ്പ് എന്നും, ഗോട്ടിമാരൻ അവോക്കാഡോ എന്നും, മെക്സിക്കൻ അവോക്കാഡോ, അങ്ങനെ 3 തരത്തിലാണ് അതിന്റെ റേച്ചസ് പറയുന്നത്. അതിന്റെ കുറച്ച് വെറൈറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്യൂർട്ട് എന്നത് ക്രോസ് ബിറ്റ്വീൻ മെക്സിക്കനും ഗോട്ടിമാരനും ക്രോസ് ആണ്. ദെൻ പൊള്ളോക്ക്, ഹാസ്, പർപ്പിൾ, ടി കെ ഡി. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഫ്രൂട്ട് അല്ലെങ്കിൽ പൊള്ളോക്ക്, ഹാസ് ഇസ് എ വെറൈറ്റി ഓഫ് ഏത് ക്രോപ്പ് എന്ന് വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പ്യൂർട്ട് അല്ലെങ്കിൽ പൊള്ളോക്ക് അല്ലെങ്കിൽ ഹാസ് എന്നൊക്കെ പറയുന്നത് അവോക്കാഡോയുടെ കുറച്ച് വെറൈറ്റീസ് ആണ്. ഓക്കെ, അവോക്കാഡോ, പേർസിയ അമേരിക്കാന, ലോറേസിയ നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്ന കുറച്ച് ക്രോപ്സിനകത്ത് ഉണ്ട്. അടുത്തത്, വാട്ട് ഇസ് ദ സയന്റിഫിക് നെയിം ഓഫ് മാംഗോസ്റ്റീൻ? മാംഗോസ്റ്റീന്റെ സയന്റിഫിക് നെയിം. യൂണിക്ക ഗ്രനേറ്റം, ഗാസീനിയ മാംഗോസ്റ്റാന, ഗാസീനിയ ഇൻഡിക്ക. എന്താണ്? Garcinia mangostana. മാംഗോസ്റ്റാന. അതായത് ആ പേരിൽ തന്നെയുണ്ട്, ഗാർസീനിയ മാംഗോസ്റ്റാന. പ്യൂണിക്ക ഗ്രനേറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ സയന്റിഫിക് നെയിം ആണെന്ന് അറിയാവോ? പ്യൂണിക്ക ഗ്രനേറ്റ്. Pomegranate. യെസ് റൈറ്റ്, പോംഗ്രാനൈറ്റിന്റെ സയന്റിഫിക് നെയിം ആണ് ഗാർസീനിയ മാംഗോസ്റ്റാന. ക്ലൂസിയേസിയ ഫാമിലിയിലാണ് ഇത് വരുന്നത്. ക്യൂനോ ഫ്രൂട്ട്സ്, നമുക്കറിയാം ക്യൂനോ ഫ്രൂട്ട്സ് മാംഗോയും ക്യൂനോ ഫ്രൂട്ട്സ് മാംഗോസ്റ്റീനും ആണെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ കുറച്ച് റിലേറ്റഡ് സ്പീഷീസ്, ഇത് രണ്ടും ജസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ കൊക്കം, നമ്മള് POP ഈ പറയുന്ന 2 കാര്യങ്ങളും വരുന്നുണ്ട്. കൊക്കം എന്ന് പറയുന്നത് ഗാർസീനിയ ഇൻഡിക്ക പുണർപ്പുളി എന്ന് പറയും. അത് പ്രധാനമായിട്ടും കർണാടക, മഹാരാഷ്ട്ര, കേരളത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ റിലേറ്റഡ് സ്പീഷീസ് ആണ്. ഗാർസീനിയയിൽ വരുന്നതായതുകൊണ്ട് ജസ്റ്റ് ഓർക്കുക, ഗാർസീനിയ ഇൻഡിക്ക കൊക്കം, ഗാർസീനിയ ഗാംബോജിയ കുടംപുളി, നമ്മുടെ കുടംപുളി നമുക്കറിയാം, നമ്മൾ കറിയിലൊക്കെ ഇടുന്ന കുടംപുളി. അപ്പൊ അതിന്റെ റിലേറ്റഡ് സ്പീഷീസ് ആയതുകൊണ്ട് ജസ്റ്റ് അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, മാംഗോസ്റ്റീൻ, ഗാർസീനിയ മാംഗോസ്റ്റീന, ക്യൂനോ ഫ്രൂട്ട്സ്. ഓക്കെ, അടുത്തത് ഫ്രൂട്ട് ഓഫ് പോംഗ്രാനൈറ്റ് ഈസ് നോൺ ആസ്. നമ്മൾ പല ക്രോപ്സിന്റെയും ഫ്രൂട്ടിനെ പറ്റി പഠിച്ചു. നമ്മുടെ പോംഗ്രാനൈറ്റിന്റെ ഫ്രൂട്ടിനെ പറയുന്ന പേരെന്താണ്? ഫ്രൂട്ട് ഓഫ് പോംഗ്രാനൈറ്റ് ഈസ് നോൺ ആസ് ഹെസ്പെറിഡിയം, സോറോസിസ്, ബെറി, ബലുസ്റ്റ. എന്താണ്? Balusta. ബലുസ്റ്റ എന്ന് പറയുന്നുണ്ട്. യെസ്, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. പോംഗ്രാനൈറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ബലുസ്റ്റ. ദെൻ ഹെസ്പെറിഡിയം എന്തിന്റെ ഫ്രൂട്ട് ആയിരുന്നു? മറന്നുപോയാ? ഹെസ്പെറിഡിയം ഏത് ക്രോപ്പിന്റെ ഏത് ഫ്രൂട്ട് ആയിരുന്നു അത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിട്രസ് ആണ്, സിട്രസ് ആണ്. ദെൻ സോറോസിസ് ഒരു മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണെന്ന് പറഞ്ഞു. സോറോസിസിൽ നമ്മൾ എക്സാമ്പിൾ പഠിച്ച എന്തായിരുന്നു? Jackfruit. ജാക്ക് ഫ്രൂട്ടും വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? Mulberry.
മൾബറി പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിൾ എല്ലാരും മറന്നുപോയോ? പൈനാപ്പിൾ ഒക്കെ കോമൺ ആണ് കേട്ടോ. ഹെസ്പെറിഡി ഓർത്തിരിക്കുക, അത് സിട്രസിൻ്റെതാണ്. ഇനി കുറച്ച് മൈനർ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ആണ്. ഇവിടെ ഞാൻ കുറച്ച് ഫ്രൂട്ട് ക്രോപ്സിന്റെ പേരും അതിന്റെ സയന്റിഫിക് നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിന്റെ കോമൺ ആയിട്ട് അതിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കൾട്ടിവേഷൻ ആസ്പെക്ട്സോ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷനോ അങ്ങനെയൊന്നും ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഏറ്റവും നമുക്ക് സിലബസിൽ ഇത് കൊടുത്തിരിക്കുന്നത് നമുക്ക് പഠിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ കോമൺ ആയിട്ടുള്ള അതിന്റെ കോമൺ നെയിമും അതിന്റെ സയന്റിഫിക് നെയിമെങ്കിൽ അറിഞ്ഞിരിക്കും. അനോണേഷ്യസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് അനോണ സ്പീഷീസ് ആണ്. അനോണേസിയ ഫാമിലിയിൽ വരുന്ന, നമ്മൾ നേരത്തെ മൊറേഷ്യസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ അനോണേസിയ ഫാമിലിയിൽ വരുന്ന അനോണേഷ്യസ് ഫ്രൂട്ട്സ് പ്രധാനമായിട്ട് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ, സീതപ്പഴം, കസ്റ്റാർഡ് ആപ്പിൾ, അതിന്റെ സയന്റിഫിക് നെയിം അനോണ സ്ക്വാമോസ. ബുള്ളോക്സ് ഹേർട്ട് എന്ന് പറയുന്നത് റാംഫൽ ഓർ അനോണ റെറ്റിക്കുലേറ്റ. ദെൻ നെക്സ്റ്റ് സോർ സോപ്പ്, നമ്മുടെ മുള്ളാത്ത എന്ന് പറയും, ക്യാൻസറിന്റെ ഒക്കെ ട്രീറ്റ്മെന്റിന് ഭയങ്കര ഇതാണെന്ന് പറയാനുള്ള മുള്ളാത്ത, അത് അനോണ മുറിക്കേറ്റ്. അപ്പം മുള്ളാത്ത അതിന് പുറത്തിങ്ങനെ സ്പൈൻസ് പോലെ എന്നിട്ട് നമുക്ക് മുള്ളുകളുണ്ട്. അപ്പൊ അത് ഓർത്തിന് അനോണ മുറിക്കേറ്റ. ദെൻ ചെറിമോള ഓർ ചെറിമോയ അല്ലെങ്കിൽ ലക്ഷ്മൺ ഫൽ എന്ന് പറയും, ദാറ്റ് ഈസ് അനമോണ. ചെറിമോള എന്ന് പറഞ്ഞാൽ അനോണ ചെറിമോള എന്ന് വരും. ഓക്കെ, അപ്പം കസ്റ്റാർഡ് ആപ്പിൾ ഒക്കെ വളരെ കോമൺ ആണ്. നമ്മുടെ സീതപ്പഴം എന്ന് പറയുന്നത് അനോണ സ്ക്വാമോസ. ഇതിങ്ങനെ ചോദിക്കാം, അനോണ മുറിക്കേറ്റ് ഇസ് എ സയന്റിഫിക് നെയിം ഓഫ് വിച്ച് ക്രോപ്പ് എന്നിട്ട് ഇതൊക്കെ ഓപ്ഷനിൽ കൊടുക്കാം. കസ്റ്റാർഡ് ആപ്പിൾ, നമ്മുടെ രാംഫലിതൊക്കെ ഓപ്ഷനിൽ കൊടുക്കാം. ദെൻ അടുത്തത് നമ്മുടെ നെല്ലിക്ക ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എംബിലിക്ക ഒഫിഷ്യനാലിസ് അല്ലെങ്കിൽ ഫിൻലാൻഡിസ് എംബിലിക്ക എന്നാണ്. ഫാമിലി യൂഫോബേസി ആണ്. അടുത്തത് റോസ് ആപ്പിൾ, നമ്മുടെ ചാമ്പയ്ക്ക, റോസ് ആപ്പിൾ, സിസിജിയം ജാംബോസ് ചാമ്പയ്ക്ക, അങ്ങനെ ഓർക്കാം. ദെൻ മിർട്ടേസിയ ഫാമിലിയിലാണ് ഇത് വരുന്നത്. മിർട്ടേസിയ ഫാമിലിയിൽ വരുന്ന വേറൊരു ഫ്രൂട്ട് ക്രോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് ഓർമ്മയുണ്ടോ? ഗോവ മിർട്ടേസിയ ഫാമിലിയിലാണ്. അപ്പൊ എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. അടുത്തത് ജാമിനും എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഞാവൽപ്പഴം, ജാവാപ്പഴം, അത് സിസിജിയം ക്യുമിനി എന്നാണ് സയന്റിഫിക് നെയിം. വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ബാർബഡോസ് ചെറി നമ്മൾ നേരത്തെ പഠിച്ചു, ദാറ്റ് ഇസ് മാൾപീജിയ പ്യൂനിസിഫോളിയ മാൾപീജിയസിയ ഫാമിലി. ടാമരിന്ദ് നമ്മുടെ സാധാ പുളി ഉണ്ടല്ലോ, കുടംപുളിയല്ല, നമ്മുടെ വാളംപുളി, ടാമരിന്ദ് ഇൻഡിക്ക ഫാബേസിയ ഫാമിലി. പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പാസിഫ്ലോറ എഡുലിസ് പാസിഫ്ലോറേസിയ ഫാമിലി. ലിച്ചി ചൈനൻസിസ് ആണ്, സാപ്പിൻജേസിയ ഫാമിലി. ലിച്ചിയൊക്കെ ഒരു ടിപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആണ്. ലിച്ചി ചൈനൻസിസ് സാപ്പിൻജേസിയ. ദെൻ റംബുട്ടാൻ നമുക്കറിയാം, നെഫീലിയം ലെപ്പേസിയം സാപ്പിൻഡേസിയ ഫാമിലി. ബെയിൽ എന്ന് പറഞ്ഞാൽ കൂവളം, നമ്മുടെ കൂവളമാണ് ബെയിലിന്റെ മലയാളം പേരുകൾ ചിലപ്പോൾ അറിയത്തില്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്ത് നിങ്ങൾ എഴുതി വെക്കോട്ടോ. ബെയിൽ, കൂവളം. ഏഗിൾ മാർമെലോസ്, റൂട്ടേസിയയിൽ വരുന്ന വേറൊരു ഫ്രൂട്ട് ക്രോപ്പ് പറഞ്ഞേ, Citrus. യെസ് റൈറ്റ്. ദെൻ കരംബോള ഓർ സ്റ്റാർ ഫ്രൂട്ട്, ഇങ്ങനെ നക്ഷത്രത്തിന്റെ ഷേപ്പിലുള്ള ഒരു ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ദാറ്റ് ഈസ് അവറോയിയ കരംബോള. ഓക്സാലിഡേസിയ ഫാമിലി. ഞാനിവിടെ ബിലിംബിയില് നമ്മുടെ ബിലിംബി പുളി എന്ന് പറയുന്നത്, അപ്പൊ അത് ഞാൻ ഇൻക്ലൂഡ് വിട്ടു. അപ്പം അത് ജസ്റ്റ് വേണം അത് നോട്ട് ഡൗൺ ചെയ്ത് ബിലിംബി. ഇപ്പൊ അവറോയിയ കരംബോള വന്നതുപോലെ അവറോയിയ ബിലിംബി എന്നായിരിക്കും. അതും ഈ പറയുന്ന ഓക്സാലിഡേസിയ ഫാമിലിയിൽ വരുന്നതാണ്. കരോണ്ട അല്ലെങ്കിൽ ബേക്കറി ചെറി, നമ്മുടെ ബേക്കറി കിട്ടുന്ന ചെറിയില്ല, അതിനെ ബേക്കറി ചെറി കരോണ്ട എന്ന് പറയുന്നത്. കരോണ്ട കരാണ്ടസ് അങ്ങനെ ഓർത്തിരിക്കാം. അപ്പോസൈനേസിയ ഫാമിലിയുടെ ബേക്കറി സയന്റിഫിക് നെയിം ഓഫ് ബേക്കറി ചെറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരീസ കരാണ്ടസ്. ഓക്കെ, ദെൻ ഫാൾസ ഗ്രൂവിയ സബിനിക്വാളിസ്, ഫാൾസ ടിലിയേസിയ ഫാമിലിയിൽ വരുന്നതാണ്. പിന്നെ താഴെ നമുക്ക് ഈ മൈനർ ഫ്രൂട്ട് ക്രോപ്സ് ആണെങ്കിൽ ജസ്റ്റ് അറിഞ്ഞിട്ട് ലോക്കട്ട് അല്ലെങ്കിൽ ജാപ്പനീസ് പ്ലം എന്ന് പറയുന്നത് എറിയോബോട്രിയ ജപ്പാനിക്ക, റോസേസിയ ഫാമിലിയിലാണ് വരുന്നത്. അടുത്ത ബെർ എന്ന് പറയുന്നത് സിസിഫസ് മൗറീഷ്യാന, റംനേസിയ ഫാമിലി. ഓക്കെ, ഇപ്പൊ ആദ്യം കൊടുത്തിരിക്കുന്ന നമ്മുടെ കോമൺ ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ടാമറിൻഡ് ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. അപ്പം കൂവളം, ബെയിൽ, ഏഗിൾ മാർമെലോസ്, അതിന്റെ ബെയിലിന്റെ സയന്റിഫിക് നെയിം. നമ്മുടെ ബേക്കറി ചെറിയൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ സയന്റിഫിക് എന്ന് പറഞ്ഞിരിക്കുക കരീസ കരാണ്ടസ്. ദെൻ കരംബോള സ്റ്റാർ ഫ്രൂട്ട്. അപ്പൊ ഇത് നല്ല രീതിയിൽ ഇതിന്റെ കോമൺ നെയിം സയന്റിഫിക് നെയിം ഒന്ന് പഠിച്ചു കേട്ടോ. മൈനർ ആയിട്ടുള്ള ഫ്രൂട്ട് ക്രോപ്സ് ആണ്. ഒരുപക്ഷെ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് ഒന്നെങ്കിൽ സയന്റിഫിക് നെയിം തന്നിട്ട് അത് ഏത് ക്രോപ്പ് ആണെന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻ വരും. അപ്പൊ അത്തരത്തിലൊക്കെ ചോദിക്കാം. ഓക്കെ, അടുത്തത് ടെമ്പറേറ്റ് ഫ്രൂട്ട്സ് ആണ്. സമയം 9 മണിയാകും. ടെമ്പറേറ്റ് ഫ്രൂട്ട്സിനകത്ത് നമുക്ക് ഈ ഒരു ഒറ്റ സ്ലൈഡിൽ ഞാൻ ആ ടെമ്പറേറ്റ് ഫ്രൂട്ട്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ POP ഒരൊറ്റ ക്രോപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ആപ്പിളും. ഇതിനകത്ത് ആപ്പിളിന് മാലസ് സിൽവസ്ട്രസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും മാലസ് ഡൊമസ്റ്റിക്കും അതിന്റെ സയന്റിഫിക് നെയിം മാലസ് ഡൊമസ്റ്റിക് ആണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് കേട്ടോ. ആപ്പിൾ മാലസ് ഡൊമസ്റ്റിക്ക. അപ്പൊ ഇതിന്റെ ഫാമിലി ഒക്കെ പഠിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റോസേസിയാണ്.
ഏഴാമത്തെ വാൾനട്ട് ഒഴിച്ച് ബാക്കി എല്ലാ റോസേസിയാണ്. അപ്പൊ ഫാമിലി ഓഫ് ഇന്ന ക്രോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ ടെമ്പറേറ്റ് ഫ്രൂട്ട്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ റോസേസിയാണ്. വാൾനട്ട് വരുമ്പോഴത്തേക്കും അത് ജഗ്ലൻഡേസിയാണ്. അപ്പൊ അത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്ത് പഠിച്ചു കേട്ടോ. അപ്പൊ ഇതിനകത്ത് ആപ്പിൾ എന്ന് പറയുന്നത് മാലസ് ഡൊമസ്റ്റിക്ക, റോസേസിയം. ഈ പോം ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ആണ്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ രണ്ടെണ്ണം പോം ആണ്, പിന്നത്തെ ഡ്രൂപ്പ് അല്ലെങ്കിൽ സ്റ്റോൺ ഫ്രൂട്ട് ആണ്, പിന്നുള്ളത് നട്ട്സ് ആണ്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഇപ്പൊ ചോദിക്കുകയാണ്, ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ഇൻ ആപ്പിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പോം ആണ്. ദെൻ പിയർ ആണെങ്കിലും അത് പോം ആണ്. ഇപ്പൊ ഓരോ ഫ്രൂട്ട് ക്രോപ്പും അതിന്റെ സയന്റിഫിക് നെയിം, ഫാമിലി, അതിന്റെ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്, എഡിബിൾ പാർട്ട്, ഈ ഒരു ഓർഡറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആപ്പിൾ മാലസ് ഡൊമസ്റ്റിക്ക, റോസേസിയ, പോം ഫ്രൂട്ട്, എഡിബിൾ പാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലഷി തലാമസ് ആണ് നമുക്കറിയാം. ദെൻ പിയർ ഉണ്ട്, പൈറസ് കമ്മ്യൂണിസ്, റോസേസി, അതിന്റെയും ഫ്ലഷി തലാമസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരുപോലുള്ളത് രണ്ടും ഒരുമിച്ച് അങ്ങ് പഠിക്കാം. ഇത് രണ്ടും പോമാണ്, ഫ്ലഷി തലാമസ് ആണ്. ഈ പീച്ച്, പ്ലം, സ്വീറ്റ് ചെറി, ഇത് മൂന്നും നോക്കുക. ഡ്രൂപ്പ് അല്ലെങ്കിൽ സ്റ്റോൺ ഫ്രൂട്ട് ആണ്. എഡിബിൾ പാർട്ട് വരുന്നത് ഫ്ലഷി മീസോ കർപ്പാണ്. പീച്ച് എന്ന് പറയുന്നത് പ്രൂണസ് പേഴ്സിക്ക, പ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൂണസ് ഡൊമസ്റ്റിക്ക, ദെൻ പ്രൂണസ് ഏവിയൻ, സ്വീറ്റ് ചെറി. പിന്നെ അടുത്ത് എപ്രിക്കോട്ടും ഇതിനകത്ത് വരുന്നതിനാണ്. അതായത് ഇത് അർമേനിയാസ് ആണ് വരും. ഓക്കെ, അർമേനിയക്കാന്ന് വരും. ദെൻ വാൾനട്ട് ഇതിനകത്ത് വരുന്ന ഒന്നുമല്ല, റോസേസി നമ്മൾ പറഞ്ഞു. ബാക്കി എല്ലാ റോസേസി ആണെങ്കിൽ ഇത് ജഗ്ലൻഡേസി ആണ്, ജഗ്ലൻസ് റീജിയ. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതൊക്കെ നോട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ആൽമണ്ടും റോസേസി തന്നെയാണ്. അത് നട്ട്സ്. അപ്പൊ ഈ വാൾനട്ടും ആൽമണ്ടും ആണ് നമ്മുടെ നട്ട്സിൽ വരുന്നത്. പ്രൂണസ് അമിഗ്ഡാലിസ് ആണ് ആൽമണ്ടിന്റെ സയന്റിഫിക് നെയിം. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ എഡിബിൾ പാർട്ട് നമുക്കറിയാം. നമ്മൾ വാൾനട്ടും ആൽമണ്ടും ഒക്കെ കഴിക്കുന്നത് അതിന്റെ കോട്ടിലിഡൻസ് ആണ്. അപ്പൊ അത് കഴിക്കുന്നത് ഇപ്പം എഡിബിൾ പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടിലിഡൻസ്. ഓക്കെ, നട്ട്സ് ആണ് നമ്മുടെ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്. ആ ഫ്രൂട്ടിന് പറയുന്ന പേര് നട്ട്സ് എന്നാണ്. നമ്മൾ കഴിക്കുന്നത് കോട്ടിലിഡൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡ് ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ പഠിക്കാം. ഇതിനകത്ത് ആപ്പിളിന്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രിപ്പറേഷൻ ഓഫ് ലാൻഡ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ POP കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ട് അല്ല, ഒരു ടെമ്പറേറ്റ് ഫ്രൂട്ട് ആയതുകൊണ്ട് ജസ്റ്റ് അതിന്റെ സയന്റിഫിക് നെയിം, പ്രൊപ്പഗേഷനും കോമൺ നെയിം, അതിന്റെ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്, അതിന്റെ ഏത് പാർട്ടാണ് എഡിബിൾ പാർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ നമ്മുടെ സിലബസ് ഏറ്റവും അവസാനമായിട്ട് ഓർഗാനിക് മാനേജ്മെന്റ് ഓഫ് ഫ്രൂട്ട് ക്രോപ്സ് എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ അത് ആക്ച്വലി ഒരു വലിയ ടോപ്പിക്കാണ്. നമ്മളൊരു ക്രോപ്പിന്റെ ഓർഗാനിക് മാനേജ്മെന്റ് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു സെക്ഷൻ തന്നെയാണ്. നമുക്ക് ഓർഗാനിക് ഫാമിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾ ജനറൽ ആയിട്ട് അഗ്രോണമിയിലോ അല്ലെങ്കിൽ സോയിൽ സയൻസിലോ ഒക്കെ ഓർഗാനിക് ഫാമിംഗ് എന്താണ്, അതിന്റെ കമ്പോണൻസ് കാര്യങ്ങളൊക്കെ പഠിക്കും. അതുകൊണ്ട് നമ്മൾ ഓർഗാനിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് എന്നുള്ളതിനകത്ത് അപ്പം അത് ഞാൻ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് 1-2 ക്ലാസ് വേണ്ടി വരും ഓർഗാനിക് ഫാമിംഗ് ഫ്രൂട്ട്സിൽ ചെയ്യുന്ന കാര്യം. അപ്പൊ എന്താണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് അറിഞ്ഞിരിക്കും. അപ്പൊ അതിന്റെ കമ്പോണൻസ് നമ്മൾ സോയിൽ സയൻസിലും അഗ്രോണമിയിലൊക്കെ പഠിക്കും. ഓർഗാനിക് ഫാമിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സിന്തറ്റിക് കെമിക്കൽസ് ഒക്കെ ഒഴിവാക്കി കംപ്ലീറ്റ് ആയിട്ട് ഓർഗാനിക് ആയിട്ട് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതിനാണ് ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ജൈവ കൃഷി രീതി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ 1-2 പോയിന്റ്സ് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഓർഗാനിക് ഫ്രൂട്ട് പ്രൊഡക്ഷൻ എസെൻഷ്യലി എക്സ്ക്ലൂഡ്സ് ദ യൂസ് ഓഫ് മെനി ഇൻപുട്സ് അസോസിയേറ്റഡ് വിത്ത് മോഡേൺ ഫാമിംഗ്. അതായത് മോസ്റ്റ്ലി എന്താണ്, സിന്തറ്റിക് പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഒഴിവാക്കി ചെയ്യുന്നു. ടു ദ മാക്സിമം എക്സ്റ്റെന്റ് പോസിബിൾ ഓർഗാനിക് ഫാമിംഗ് സിസ്റ്റംസ് റിലേ അപ്പോൾ എന്താണ് മെയിൻ കമ്പോണൻസിന്റെ ക്രോപ്പ് റൊട്ടേഷൻ, ക്രോപ്പ് റെസിഡ്യൂസ്, ആനിമൽ മാന്യൂസ്, ലെഗ്യൂംസ്, ഗ്രീൻ മാന്യൂസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഓർഗാനിക് ഫാമിംഗിൽ ചെയ്യുന്നത്. ദീസ് കമ്പോണൻസ് മെയിൻറ്റെയിൻ, മെയിൻ ആയിട്ട് എന്താണ് നമ്മുടെ പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊന്നും ചെയ്യാതെ ജൈവ കൃഷി രീതിയിൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ സോയിൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് ടിൽ ആൻഡ് സപ്ലൈ പ്ലാന്റ് ന്യൂട്രിയൻസ് ആൻഡ് ഹെൽപ്പ് ടു കൺട്രോൾ ഇൻസെക്ട്സ്, വീഡ്സ് ആൻഡ് അതർ പെസ്റ്റ്. അപ്പം ഓർഗാനിക് കൾട്ടിവേഷൻ മെയിൻ ആയിട്ടും ജൈവ കൃഷി രീതി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ജൈവ കൃഷി രീതി എന്നുള്ളത് അറിഞ്ഞാൽ മതി. അത് ഫ്രൂട്ട്സിലാണെങ്കിൽ വെജിറ്റബിൾസിലൊക്കെ ആണെങ്കിൽ അതിന്റെ കമ്പോണൻസ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടായിരിക്കും, ക്രോപ്പ് റൊട്ടേഷൻ ഉണ്ടായിരിക്കും, ലിക്വിഡ് ഓർഗാനിക് മെനുവേഴ്സ് ഉണ്ടായിരിക്കും. നമ്മളിപ്പം ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂറിയയും MOPയും രാജ്ഫോസും ഒക്കെ കൊടുക്കുന്നതിന് പകരം അവിടെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.